السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സഹോദരന്മാരെ, ശബ്ദം നന്നായി കേൾക്കുന്നുണ്ടോ? പറയുന്ന ശബ്ദം കൃത്യമായി കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. കാരണം ഒരുപാട് ദിവസമായി ക്ലാസ് റൂമിൽ വന്നിട്ട് അതിന് പുറമെ നെറ്റിന്റെ കണക്ഷനും ലാപ്പിന്റെ പ്രവർത്തനങ്ങളൊക്കെ പരിശോധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംസാരം അതുപോലെ കേൾക്കലെല്ലാം സ്വാലിഹായ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. കുറച്ച് തമ്പുരാൻ നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം വിട്ടുപുറത്ത് മാറ്റാക്കി തരട്ടെ. അല്ലാഹുവിന്റെ ത്വാഅത്തിലായിട്ട് ജീവിതാന്ത്യം വരെ കഴിഞ്ഞുകൂടാൻ മരണവേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചസ്ഥരം പറയുകയും മുഅ്മിനീങ്ങളിൽ പെടുകയും ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ ലിഖായിലേക്ക് എത്താൻ നമുക്കെല്ലാവർക്കും കുറച്ച് തമ്പുരാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടിലും മറുനാട്ടിലുമുള്ള എല്ലാ ആളുകൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈറിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. വളരെ പ്രസക്തമായ, തികച്ചും സാന്ദർഭികമെന്ന് നാം ഗണിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് ഉള്ള ഒരു ചെറിയ ഒരു പ്രഭാഷണം മാത്രമാണ് ഇന്നിവിടെ നിർവഹിക്കുന്നത്. എല്ലാ കാര്യങ്ങളും കൂടി ഇന്ന് മുഴുവനായിട്ട് പറയണം എന്ന് ഉദ്ദേശിക്കുന്നില്ല. തികച്ചും പ്രാഥമികമായിട്ടും ഭാഗികമായിട്ടുമുള്ള ഒരു വിശദീകരണം മാത്രം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. കറൻസിയിൽ സക്കാത്തുണ്ടോ എന്നതാണ് വിഷയം. കറൻസി ഇന്നിപ്പോ അത് പ്രത്യേകം ചർച്ചയ്ക്ക് വരാൻ ഉള്ളൊരു സാഹചര്യം എന്ന് പറഞ്ഞാല്, കഴിഞ്ഞ 8-ാം തീയതി രാത്രി 8 മണിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. രാജ്യത്ത് കള്ളപ്പണവും അതുപോലെ തന്നെ കള്ളനോട്ടും അത് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പൊടുന്നനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും അതിനെ അസാധുവാക്കുകയുണ്ടായി. അതിന്റെ നിയമപ്രാബല്യം എടുത്തു കളയുകയുണ്ടായി. അപ്പോ ആ സാഹചര്യത്തില് നമ്മുടെ കേരളത്തിൽ പുരോഗമനമായ ഒരു വിഭാഗം അഥവാ സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു പണ്ഡിത സംഘടനയുടെ കീഴിലുള്ള ചില പ്രവർത്തകന്മാർ ഈ ഓൺലൈനിൽ, വാട്സാപ്പില്, ഫേസ്ബുക്കിലൊക്കെ അതൊരു വലിയ അവസരമായിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും അതിന്റെ പണ്ഡിതന്മാരെയും അതിന്റെ പാഠപുസ്തകങ്ങളെയും ഒക്കെ വളരെ മോശമായ രൂപത്തില്, വളരെ ചെറുതാക്കുന്ന രൂപത്തില് ഒരു തരം പരിഹാസത്തിന്റെ ഒരു സ്വഭാവം കാണിക്കുകയുണ്ടായി. നമ്മൾ അന്നേ പറഞ്ഞതല്ലേ, നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു വിലയില്ലാത്ത സാധനമാണ് എന്നുള്ളത്. ഇപ്പൊ മനസ്സിലായില്ലേ? നോട്ട് എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും സ്ഥാനത്താണ് എന്നുള്ളത് ഇപ്പൊ നരേന്ദ്രമോദി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ? സ്ഥാനത്താണ് എന്ന് നരേന്ദ്രമോദി കാണിച്ചു തന്നില്ലേ എന്ന് പറഞ്ഞാൽ കാണിച്ചു തന്നപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ അത് ശരിയല്ല എന്നുള്ളത് എന്ന അർത്ഥത്തിലാണ് അവർ ചോദിക്കുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ
ഈ 500-ന്റെയും 1000-ന്റെയും ഒക്കെ നോട്ടുകൾ ഇവിടെ പിൻവലിക്കുകയും അസാധുവാക്കുകയും ചെയ്തപ്പോൾ രാജ്യം മുഴുവൻ സാധാരണക്കാരായ ആളുകൾ വളരെയധികം പ്രയാസത്തിലാണ്. പകൽ വെയിലിൽ സൂര്യന്റെ കഠിനമായ ചൂട് കൊണ്ടുകൊണ്ട് വൃദ്ധരായവരും അതുപോലെ തന്നെ ദുർബലരായതുമായ ആൾക്കാരടക്കമുള്ള ആളുകൾക്ക് വളരെയധികം പ്രയാസമാണ് അതിന്റെ പ്രായോഗിക നടപടിയിൽ സംഭവിച്ച അക്ഷന്തവ്യമായ അപാകതകൾ മുഖാന്തരം സംഭവിച്ചിട്ടുള്ളത് എന്നെല്ലാവർക്കും അറിയാം അല്ലേ? അപ്പൊ നരേന്ദ്രമോദിയുടെ ഈ ഒരു തീരുമാനത്തെ വളരെയധികം സന്തോഷത്തോടുകൂടി ഓൺലൈനിൽ അതിനെ സ്വീകരിക്കുകയാണ് ഈ സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ചില കുട്ടികൾ. അവരിൽപ്പെട്ട മുതിർന്ന ഉസ്താദുമാരും നേതാക്കളും ഒക്കെ ഈ രൂപത്തിൽ കാര്യങ്ങളിൽ ഇടപെട്ട് സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് അവരിൽപ്പെട്ട ഏതാനും ചില പ്രവർത്തകന്മാര് ഫേസ്ബുക്കിലൊക്കെ ചില പോസ്റ്റുകളൊക്കെ ഇട്ടിട്ട് അത് വലിയ ചർച്ചയായി. അപ്പൊ ഈ സന്ദർഭത്തില് നമ്മള് അവരെ പ്രതിരോധത്തിലാക്കുകയുണ്ടായി. പ്രതിരോധത്തിലാക്കി ഫേസ്ബുക്കിൽ ഞാനും തന്നെ ഒരു പോസ്റ്റ് ഇട്ടു. എന്താണ് പോസ്റ്റ് ഇട്ടത്? കറൻസി നിരോധനത്തിന്റെ സന്ദർഭത്തെ മുതലെടുത്തുകൊണ്ട് ഇളകി വന്നതായ സംസ്ഥാനക്കാരോട് കറൻസി കടം കൊടുക്കുമ്പോൾ അതിൽ കടപ്പലിശ വരുന്ന വസ്തുവാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, എന്താണ് അതിന്റെ തെളിവ് എന്ന് തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട് ഉന്നയിച്ചു. ആ ചോദ്യത്തിന് ഇന്നേ വരെ അവർ മറുപടി പറയുന്നില്ല. ആ ചോദ്യത്തിന് അവർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. അപ്പോ ഞങ്ങളടുത്തൊരു തെറ്റുമില്ല, ഞങ്ങൾ പറയുന്നതൊക്കെ വളരെ പ്രമാണയോഗ്യമാണ്, ഫിഖ്ഹിന്റെ കിതാബിൽ 100% വളരെ കൃത്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രൂപത്തിൽ എതിർ സംഘടനയിൽപ്പെട്ട എതിർ പണ്ഡിത സഭയിൽപ്പെട്ട ഉന്നത ശീർഷരായ പണ്ഡിതന്മാർ ഒക്കെ വളരെ കിതാബ് തിരിയാത്ത ആളുകളാണ്, ഇമാമിയങ്ങളെ പേരിൽ കള്ളം പറയുന്നവരാണ് എന്നൊക്കെയാണ് ഈയിടെയായിട്ട് വാട്സാപ്പിലൊക്കെ അവര് പ്രതികരിച്ചത്. ഇമാമുമാരുടെ പേരിൽ കള്ളം പറയുന്നവരാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വലിയ പണ്ഡിതന്മാരെ സംബന്ധിച്ച് ചില ചെറുപ്പക്കാര് ഈയിടെയായിട്ട് പ്രതികരിച്ചൊരു പ്രതികരണമാണ്. ഇമാമുമാരുടെ പേരിൽ കള്ളം പറയുകയാണ്. എത്രമാത്രം ഗൗരവതരമായ ആരോപണമാണ് അത് എന്ന് ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നില്ല. അപ്പോ ഈ സന്ദർഭത്തില് ഇവരുടെ ഇന്നത്തെ ഏറ്റവും വലിയ മൗലാനയായിട്ട് അവർ അവതരിപ്പിക്കുന്നത് നജീബ് മൗലവിയെയാണല്ലോ. നജീബ് മൗലവി അദ്ദേഹം കറൻസിയുടെ സക്കാത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സക്കാത്ത് പദ്ധതി എന്ന പുസ്തകത്തിൽ വളരെ സുദീർഘമായിട്ട് അതിന്റെ ചരിത്രപരമായ വിഷയങ്ങളും അതുപോലെ തന്നെ ആ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ നടന്ന ചർവിത ചർവണങ്ങളും അതുപോലെ തന്നെ ശാഫി മദ്ഹബുമായി ബന്ധപ്പെട്ടുള്ള ആ വിഷയത്തിലുള്ള ഉദ്ധരണികളും എല്ലാം അദ്ദേഹം അതിൽ കൊടുക്കുന്നുണ്ട്. കൊടുത്തിട്ട് അതിനെ ആകത്തുകയായിട്ട് 5-8 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആ ചർച്ചയെ അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. തന്റെ പുസ്തകത്തിന്റെ ഏതാണ്ട് 60-ാമത്തെ പേജ് മുതൽ 84-ാമത്തെ പേജ് വരേക്കും അത് ശരിയാണ്. മൊബൈലൊന്ന് സൈലന്റ് ആക്കിയാൽ നന്നാകും എന്ന് തോന്നുന്നുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇത് മൊബൈലിലുള്ള നെറ്റ് ഉപയോഗിച്ചിട്ടാണ് പിന്നെ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി കുഴപ്പമുണ്ടാവില്ല, ഞാൻ സൈലന്റ് ആക്കി വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അത് ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹ്. അപ്പോ ഇതില് 10-24 പേജ് നീണ്ട് അദ്ദേഹം പറഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞു, അതിന്റെ 7-ാം നമ്പറായിട്ട് പറയാം, വെള്ളിയുടെയും സ്വർണത്തിന്റെയും സ്ഥാനത്ത് നടക്കുന്ന നാണയമാണെന്നോ ഒരു വിലയാണെന്നോ ഒരു ധനമാണെന്നോ പറഞ്ഞുകൊണ്ട് സകാത്ത് ബാധകമായ പരിമിത ധനങ്ങളിൽ കറൻസി നോട്ടുകളെ നേരിട്ട് പെടുത്തുന്ന ഭീമാബദ്ധം ശാഫിഈ മദ്ഹബിന്റെ പേരിൽ മുമ്പൊരു പണ്ഡിതനും എഴുന്നള്ളിച്ചിട്ടില്ല. ഇപ്പോൾ ചില സ്വയം ഗവേഷകരൊഴികെ എന്ന് പറഞ്ഞിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ വിദ്യാഭ്യാസ ബോർഡിനെ സംബന്ധിച്ചാണ് അങ്ങനെ പറയുന്നത്. വളരെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം അത് വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് സംസ്ഥയെ സംബന്ധിച്ച് വളരെ രൂക്ഷമായിട്ട് തന്നെ എതിർക്കുന്നുണ്ട്.
അദ്ദേഹത്തിന്റെ രൂക്ഷമായ ഭാഷ ഞാൻ തൽക്കാലം ഉദ്ധരിക്കുന്നില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ കാലയളവിലെ അദ്ദേഹം അതിന്റെ 64-ാമത്തെ പേജിൽ പറയാം, ഈ കാലയളവിലെ ഉലമാക്കൾക്കൊന്നും ഇപ്പോഴത്തെ കുഞ്ഞാടുകൾക്ക് മനസ്സിലായത് തിരിയാത്തതായിരുന്നോ കാരണം ഇത് പറയാം. അല്ല, ഈയിടെ സമസ്തയിലുണ്ടായ പിളർപ്പിനെ തുടർന്ന് AP വിഭാഗം പുതിയ വിദ്യാഭ്യാസ ബോർഡും പുസ്തകങ്ങളൊന്നും ഉണ്ടാക്കിയപ്പോഴാണ് ഈ വക പലതും രംഗത്ത് വന്നത്. അപ്പോൾ EK ബോർഡും ഒരുപോലെ മത്സരിച്ചു. അപ്പൊ കുഞ്ഞാടുകളാണ് സമസ്തയുള്ള ആലിമീങ്ങൾ എന്നൊക്കെയാണ് ഇതിൽ എഴുതി കാണുന്നത്. അങ്ങനെ വളരെ തോന്നിയാസാണ്, അങ്ങട്ടാണെന്നൊക്കെ പല രൂപത്തിൽ പറയുന്നുണ്ട്. അതെല്ലാം കൂടി ഞാനിവിടെ വായിക്കുന്നില്ല. അപ്പൊ ഇദ്ദേഹം പറയുന്നത് വെള്ളിയുടെയും സ്വർണത്തിന്റെയും സ്ഥാനത്ത് നടക്കുന്ന നാണയമാണെന്നോ, ഏത് കറൻസിനെ പറ്റി ഒരു വിലയാണെന്നോ ഒരു ധനമാണെന്നോ പറഞ്ഞുകൊണ്ട് സക്കാത്ത് ബാധകമായ പരിമിത ധനങ്ങളിൽ കറൻസി നോട്ടുകളെ നേരിട്ട് കൊടുക്കുന്ന ഭീമാബദ്ധം ശാഫിഈ മദ്ഹബിന്റെ പേരിൽ മുമ്പൊരു പണ്ഡിതനും എഴുന്നള്ളിച്ചിട്ടില്ല, ഇപ്പോൾ ചില സ്വയം ഗവേഷകരല്ലാതെ എന്നാണ് ഇതിന്റെ 83-ാമത്തെ പേജിൽ പറഞ്ഞത്. അപ്പൊ ഇതിൽ അദ്ദേഹം പറയുന്നത് ഈ ആധുനിക കറൻസികൾ, ഇന്ന് നമ്മുടെ ഇടയിൽ പ്രാബല്യത്തിലിരിക്കുന്ന കറൻസികൾ, ഈ കറൻസികൾ വെള്ളിയുടെയോ സ്വർണത്തിന്റെയോ സ്ഥാനത്ത് വരുന്നില്ല. ഒന്ന്. രണ്ടാമത്തത് അതൊരു വില തന്നെയല്ല. മൂന്നാമത്തത് അതൊരു ധനവും അല്ല. അപ്പൊ അത് വസ്തുക്കൾ വാങ്ങാനുള്ള ഒരു വിലയാക്കാനും പറ്റൂല, അതിനെപ്പറ്റി ഒരു മാല്, ഒരു ധനം എന്നും പറയാൻ പറ്റൂല, അത് സ്വർണ്ണവെള്ളിയുടെ സ്ഥാനത്ത് വരുന്നതാണെന്നും പറയാൻ പറ്റൂല എന്നാണ് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു വസ്തുവിന് സ്വന്തത്തിൽ ഒരു പ്രയോജനം ഇല്ലാത്ത വസ്തുവാണെങ്കിൽ, ഒരു ഉപകാരമില്ലാത്ത വസ്തു, സ്വന്തത്തിൽ ആർക്കും ഒരു ഉപകാരമില്ല. ഉദാഹരണം 2 മണി ഗോതമ്പ്, അതല്ലെങ്കിൽ ഏതാനും മണി കടുകുമണി, അതുകൊണ്ട് ഒരു ഉപകാരമില്ലല്ലോ. 2-3 മണി കടുകുമണി കൊണ്ട് ഒരു കൂട്ടാൻ വെക്കാനും പറ്റില്ല. അപ്പോ ഫീ ഹദ്ദി ദാത്തിഹി, ഒരു പരിഗണനീയമായ ഒരു ഉദ്ദേശിക്കപ്പെടുന്നതായ ഒരു ഉപകാരം ഇല്ലാത്ത വളരെ നിസ്സാര വസ്തുക്കൾ, അതിനെപ്പറ്റി ധനം എന്ന് പറയാൻ പറ്റില്ല. അത് ഒരു ചാക്കിൽ ഒന്നിച്ച് ഗോതമ്പ് മണി ഉണ്ടാകുമ്പോ അത് ധനത്തിന്റെ ഭാഗമാകുമെങ്കിലും അത് ഒറ്റക്കെടുക്കുമ്പോൾ, 1-2 ഗോതമ്പ് മണിയോ ഏതാനും കടുകുമണിയോ ഒക്കെ ഒറ്റക്ക് നോക്കുമ്പോൾ അതിനെപ്പറ്റി ഒരു ധനം എന്ന്, അല്ലെങ്കിൽ ഒരു സമ്പത്ത് എന്ന്, അതല്ലെങ്കിൽ ഒരു വില നിശ്ചയിക്കപ്പെടുന്ന വസ്തു എന്ന് പറയപ്പെടാൻ പറ്റില്ല എന്നാണ്. അപ്പൊ അങ്ങനത്തെ വസ്തുവിനെ കച്ചവടം ചെയ്യാനും പറ്റും, വിൽക്കാനും പറ്റൂല. അതിൽ വിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ആ വിൽപ്പന സഹീഹല്ല. കാരണം ബൈഇന്റെ ഷർത്താണ്, വിൽക്കപ്പെടുന്ന വസ്തു ആവട്ടെ, അതിന് നിശ്ചയിക്കുന്ന വിലയാവട്ടെ, ഇത് രണ്ടിന്റെയും ഷർത്താണ് അത് ഒരു ഉപകാരമുള്ള സാധനമായിരിക്കണം എന്നുള്ളത്. അതിന്റെ സ്വന്തത്തിൽ, അതിന്റെ തടിയുടെ പരിധിയിൽ അതിന് ഒരു ഉപകാരമുണ്ടാവണം എന്നുള്ളത്. അപ്പൊ ഈ ആധുനിക കറൻസികൾക്ക് ഒരു ഉപകാരവും ഇല്ല. അത് കേവലം ഗവൺമെന്റിന്റെ കൽപ്പന പ്രകാരം വിലമതിക്കപ്പെടുന്ന ഒരു കൽപ്പിത പണമാണ്, അല്ലെങ്കിൽ ശാസന പണമാണ്. അതിനപ്പുറം അതിനൊരു വിലയും ഇല്ല. ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെയോ അല്ലെങ്കിൽ മൊറാർജി ദേശായിയുടെയോ കാലത്ത് 500-ന്റെയും 1000-ന്റെയും ഒക്കെ നോട്ട് പിൻവലിച്ചപ്പോൾ പല വലിയ നോട്ടുകളും ആളുകൾ റോട്ടിലേക്ക് എറിഞ്ഞില്ലേ? ചിലരൊക്കെ അത് ചുരുട്ടിപ്പിടിച്ചിട്ട് പുക വലിച്ചില്ലേ? അപ്പൊ അതിനൊരു ജനങ്ങളുടെ ദൃഷ്ടിയിൽ സ്വന്തത്തിനൊരു വിലയില്ലല്ലോ എന്നാണ് അവർ ചോദിക്കുന്നത്. ആര് ചോദിക്കുന്നത്? സംസ്ഥാനക്കാർ ചോദിക്കുന്നത്. ഈ പറഞ്ഞ നജീബ് മൗലവിക്ക് അയാളുടെ പുസ്തകത്തിൽ അതിലേക്കാണ് വിഷയങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത്. അതുപോലെ ഇപ്പോ നരേന്ദ്രമോദി ഇത് പിൻവലിച്ചു. നരേന്ദ്രമോദി ഇത് പിൻവലിച്ച സമയത്ത് 500-ന്റെ നോട്ടുകൾ 1000-ന്റെ നോട്ടുകൾ ഒരു വിലയുമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഇപ്പൊ പിൻവലിച്ചത് കഴിഞ്ഞ 8-ാം തീയതി ആണെങ്കിൽ ഞാൻ ഇന്നലെ വരെ അതിൽ നിന്ന് 1000 രൂപ എടുത്തിട്ട് പിന്നെ പെട്രോൾ അടിച്ചിട്ട് എന്റെ വണ്ടിയിൽ 150 കിലോമീറ്ററോളം ഞാൻ ഓടിയിട്ടുണ്ട്. അപ്പൊ 150 കിലോമീറ്ററോളം എനിക്ക് ഓടാനുള്ള മൂല്യം ആ അസാധുവാക്കിയ നോട്ടിന് ഇപ്പോഴും കിട്ടുന്നുണ്ട്. അത് വേറെ കാര്യം. ചില ഭാഗികമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി എന്നുള്ളത് അതിന് പിന്നെ വിഘ്നമായി എനിക്ക് തോന്നിയിട്ടില്ല. ഏതാവട്ടെ, അപ്പൊ ഈ സന്ദർഭത്തില് അഥവാ വിൽപ്പനയുടെ പ്രധാനപ്പെട്ട ഒരു ഷർത്താണ് ഉപകാരമുള്ള വസ്തു ആയിരിക്കണം എന്നുള്ളത്. ഇങ്ങനെയുള്ള ഉപകാരമുള്ള വസ്തുവിനെ മാത്രമേ മുൻകൂർ കച്ചവടം എന്ന് പറയുന്ന ഒരു കച്ചവടം ഉണ്ടല്ലോ, അഥവാ ആദ്യം പണടച്ചിട്ട് നിശ്ചിത വിശേഷണങ്ങൾ നൽകപ്പെട്ട വസ്തുവിനെ ഒരു നിശ്ചിത കാലയളവിൽ ഇറക്കിത്തരാമെന്ന്
മുൻകൂട്ടി പറയുന്ന കച്ചവടം അല്ലേ? നമ്മൾ പ്രീ പബ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്നത് പോലുള്ള കച്ചവടം, ആദ്യം പണം വാങ്ങുക പിന്നെ വസ്തു ഇറക്കി കൊടുക്കുക. അങ്ങനെയുള്ള ആ കച്ചവടത്തിന് കച്ചവടത്തിൽ ഇറക്കി കൊടുക്കപ്പെടുന്ന ചരക്ക് ഇങ്ങനെ ബൈഇന് പറ്റുന്നതായിരിക്കണം എന്ന് നിയമമുണ്ട്. അപ്പൊ ബൈഇന്റെ ഷർത്തുകളെല്ലാം പാലിക്കുമ്പോഴാണ് സലമ് എന്ന് പറയുന്ന മുൻകൂർ കച്ചവടം പറ്റുള്ളൂ. ആ കച്ചവടത്തിന് പറ്റുന്ന വസ്തു മാത്രമേ കടം കൊടുക്കാനും പറ്റുള്ളൂ. ഇതൊക്കെ ഫത്ഹുൽ മീൻ പോലുള്ള കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്നമാ യജൂസുൽ ഖർദു മിൻ അഹ്ലി തബറുഇൻ ഫീമാ യുസ്ലമു ഫീഹി മിൻ ഹയവാനിൻ ഔ ഗൈരിഹി വലു നഖ്ദൻ മൗസൂസൻ. കടം കൊടുക്കൽ ജായിസാകൽ അർഹരായ ആളുകളിൽ നിന്ന് അത് ജായിസാകൽ ഫീമ ഒരു വസ്തുവിൽ മാത്രമാണ്. യുസ്ലമു ഫീഹി അതിൽ മുൻകൂർ കച്ചവടം എന്ന് പറയുന്ന സലമ കച്ചവടം എന്നുള്ള ഇടപാടിന് പറ്റുന്ന വസ്തുവിലാണ്. അത് മൃഗങ്ങളാവട്ടെ അല്ലാത്ത വസ്തുക്കളാവട്ടെ, അത് വലവ് നഖദൻ മൗസൂസൻ കലർത്തപ്പെട്ടത്, ചെമ്പ് പോലോത്തത് കൂട്ടിച്ചേർക്കപ്പെട്ടതായ സ്വർണവെള്ളി നാണയമാണെങ്കിലും ശരി എന്ന് പറയുന്നുണ്ട്. അപ്പോ കടം കൊടുക്കാൻ പറ്റുന്ന വസ്തു, കടം കൊടുക്കുമല്ലോ. ഞാൻ നിനക്ക് 1000 കടം തന്നൂന്നോ, അല്ലെങ്കിൽ ഞാൻ നിനക്ക് ഈ മൊബൈൽ കടം തന്നൂന്നോ, അങ്ങനെ നമ്മൾ സാധാരണ വസ്തുക്കൾ കടം കൊടുക്കാറില്ലേ? കടം കൊടുക്കുന്ന വസ്തു എന്തായിരിക്കണം? സലമിന് പറ്റുന്ന വസ്തുവായിരിക്കണം. സലമിന് പറ്റുന്ന വസ്തു എന്ന് പറഞ്ഞാൽ ബൈഇന് പറ്റുന്ന വസ്തുവും ആയിരിക്കണം. ബൈഇന് പറ്റുന്ന വസ്തു ആവണമെന്നുണ്ടെങ്കിൽ അത് സ്വന്തത്തിൽ ഉപകാരമുള്ള വസ്തുവായിരിക്കണം. അപ്പൊ ഇവരുടെ വാദപ്രകാരം എന്ത് വന്നു? നോട്ടിന് സ്വയം ഒരു വിലയും ഇല്ല, അപ്പൊ അത് സലമിനും പറ്റുന്നതല്ല. അപ്പോൾ അത് കടത്തിനും പറ്റൂല. കടത്തിന് പറ്റൂലെങ്കിൽ പിന്നെ അതുകൊണ്ട് കടമിടപാടുണ്ടാവില്ലല്ലോ. കടമിടപാടില്ലെങ്കിൽ പിന്നെ അവിടെ കടപ്പലിശ എന്നുള്ളൊരു പ്രശ്നമേ ഉദിക്കൂലല്ലോ. കടമിടപാട് ഇല്ലെങ്കിൽ നടക്കൂലാത്തൊരു വസ്തുവിൽ എന്തിനാ കടപ്പലിശ ചർച്ച ചെയ്യുന്നത്? എന്നാൽ ഇതേ നജീബ് മൗലവി തന്നെ അദ്ദേഹത്തിന്റെ പ്രശ്നോത്തരം എന്നുള്ള പുസ്തകത്തിന്റെ 70-ാമത്തെ പേജിൽ പറയുന്നത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ചു തരാം. എന്താ പറയുന്നത്? ഒരു ചോദ്യം, 164-ാമത്തെ ചോദ്യം. 10 രൂപ അധികം തരണമെന്ന ഉപാധിയോടെ ഒരാൾ കടം വാങ്ങി, ഇത് പലിശയായല്ലോ, അപ്പോൾ നോട്ടിനു പലിശയില്ലേന്ന ചോദ്യം. ഉത്തരം, ആര് പറഞ്ഞു ഇല്ലെന്ന്? കടമിടപാടിൽ ദായകന് ഉപകാരമുള്ള എന്തു കാര്യം വ്യവസ്ഥ ചെയ്താലും അതെല്ലാം പലിശയാണ്, കടപ്പലിശ. ഇത് ഹറാമുമാണ്. ഫത്ഹുൽ മുഈൻ പേജ് 236. അപ്പോ കറൻസി കടം കൊടുക്കുന്നു, നോട്ട് കടം കൊടുക്കുന്നു, ബാങ്കിലോ മറ്റോ കടം കൊടുക്കുന്നു, അതിന് ഏറെ പണം തിരിച്ചു തരണം എന്ന് വ്യവസ്ഥ ചെയ്യുകയാണെങ്കിൽ അവിടെ കടപ്പലിശ വരുന്നു, അത് ഹറാമാണ് എന്നാണ് നജീബ് മൗലവി ഇവിടെ പറഞ്ഞത്. ഞാൻ നജീബ് മൗലവിയോട് ചോദിക്കട്ടെ, ഇത് നിങ്ങൾ കടപ്പലിശ വരുമെന്ന് പറയാൻ ഇവിടെ കടം നടക്കുന്നില്ലല്ലോ. കടം എന്ന് പറയുന്ന ഒരു ഇടപാട് തന്നെ അവിടെ നടക്കുന്നില്ലല്ലോ. പിന്നെങ്ങനെയാണ് അവിടെ കടപ്പലിശ വരിക? കാരണം കടമിടപാട് നടത്തപ്പെടുന്ന വസ്തു ആവാൻ അത് സലമിന് പറ്റണമെന്നല്ലേ? സലമിന് പറ്റണമെന്നുണ്ടെങ്കിൽ അത് ബൈഇന് പറ്റണമെന്നല്ലേ? ബൈഇന്റെ ഷർത്തല്ലേ അൻ-നഫ്ഉ ഫീ ഹദ്ദി ദാത്തിഹി എന്ന് പറഞ്ഞത്? നിങ്ങളല്ലേ പറഞ്ഞത് ആധുനിക കറൻസികൾക്ക് സ്വന്തത്തിൽ വിലയില്ല എന്ന്? അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തകന്മാര് ഓൺലൈനിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും അതങ്ങനെ തന്നെ പറയുന്നുണ്ടല്ലോ. പിന്നെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇതിൽ കടപ്പലിശ വരുമെന്ന് പറയുന്നത്? അപ്പൊ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ സകാത്ത് പദ്ധതി എന്ന പുസ്തകത്തിൽ എഴുതിയതും പ്രശ്നോത്തരം എന്ന പുസ്തകത്തിൽ എഴുതിയതും പരസ്പരം വൈരുദ്ധ്യമാണ്. ഈ വൈരുദ്ധ്യം നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? കറൻസി കടപ്പലിശ വരുന്ന വസ്തുവാണ് എന്നുള്ളതിന് തർക്കമേ ഇല്ല എന്ന രൂപത്തിലാണ് നിങ്ങൾ മറുപടി കൊടുത്തത്. എന്നാൽ അതേ സമയത്ത് നിങ്ങളും നിങ്ങളുടെ അനുയായികളും പറയുന്നത് കറൻസി എന്ന് പറയുന്നത് സ്വന്തത്തിൽ ഒരു വിലയില്ലാത്ത സാധനമാണ്. ഈ വൈരുദ്ധ്യത്തിലേക്ക് നിങ്ങളെ നയിച്ചത് എന്താണ്? കറൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നോട്ട് എന്ന് പറയുന്നത് കേവലം 2 മണി ഗോതമ്പത്തിന്റെ മാതിരിയാണോ? അതല്ലെങ്കിൽ ഏതാനും കടകുമണികൾക്ക് തുല്യമാണോ ഒരു ഉപകാരമില്ലാത്ത വസ്തു എന്ന് പറയാൻ? ഉപകാരമില്ലാത്ത വസ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കടപ്പലിശയുടെ അവർക്ക് എത്തിയപ്പോൾ എന്ത് അത് ഉപകാരമുള്ള വസ്തുവാക്കിയത്? സകാത്തിന്റെ വിഷയം പറയുമ്പോൾ ഉപകാരമില്ല എന്നും കടപ്പലിശയുടെ വിഷയത്തുമ്പോൾ ഉപകാരമുണ്ട് എന്നും പറയാൻ കാരണം എന്താണ്? എന്താണ് അതിന്റെ ഇടയിലുള്ള ആ വൈരുദ്ധ്യം? നിങ്ങൾ എങ്ങനെ ജംഅ് ചെയ്യും?
അത് നിങ്ങൾ എങ്ങനെ സംയോജിപ്പിക്കും? ഇത് കൃത്യമായിട്ട് സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഉസ്താദുമാരും എന്റെ സഹൃദയരായ അതിന്റെ പ്രവർത്തകരായ സുഹൃത്തുക്കളും ഇതിന് മറുപടി പറയണം. ഓൺലൈനിൽ നിങ്ങൾ കറൻസിയുടെ സക്കാത്തുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും നിങ്ങൾ നിരന്തരമായ ചർച്ചകൾ ഉന്നയിക്കുമ്പോൾ ഈ ചോദ്യത്തിന് മുമ്പിൽ നിങ്ങളെന്താ മറുപടി പറയാത്തത്? ആകെ ഒരു മറുപടിയാ പറഞ്ഞത്, ചെലവിന് പറ്റുന്ന വസ്തുക്കളെല്ലാം കടം കൊടുക്കാനും പറ്റും എന്ന് മിൻഹാജിലുണ്ടല്ലോ, അതിൽ കറൻസിയെ ഒഴിവാക്കിയിട്ടില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആകെ ഒരു മറുപടിയാ തന്നത്. എന്നാൽ അവിടെ രണ്ടാമത് നമ്മുടെ പക്ഷത്തുനിന്ന് ചോദ്യം വന്നു, പക്ഷേ ചെലവിന് പറ്റണമെന്നുണ്ടെങ്കിൽ ബൈഇന്റെ ഷർത്ത് പാലിക്കേണ്ടതല്ലേ? ആ ഷർത്ത് കറൻസി പാലിച്ചിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ പ്രവർത്തകന്മാര് ഓരിയിടുന്നത്? പിന്നെന്താ നിങ്ങൾ കടപ്പലിശയോട് അവിടെ വരുന്ന സമയത്ത് അതിന് സ്വന്തത്തിൽ ഉപകാരമുണ്ട് എന്നുള്ളിടത്തേക്ക് നിങ്ങൾ കളം മാറ്റിയത് എന്തിനാണ്? എന്തിന് നിങ്ങൾ കളം മാറ്റി? അപ്പൊ ഈ ചോദ്യം വളരെ കൃത്യമായിട്ട് സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഉസ്താദുമാരും അതിന്റെ പ്രവർത്തകന്മാരും വിശദീകരിച്ചു തരേണ്ട കാര്യമാണ്. ഞാനൊരിക്കലും അവരെ അപമാനിക്കുന്ന ഭാഷ ഉപയോഗിക്കുന്നില്ല, അതല്ലെങ്കിൽ അവരെ അവഹേളിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. കാരണം അത് തികച്ചും ശരിയല്ല എന്ന വീക്ഷണമാണ്. പരസ്പര ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മൾ പറയുന്നിടത്ത് എന്തെങ്കിലും നമുക്ക് മനസ്സിലാവാത്ത, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ചെറിയ ബുദ്ധിയും വളരെ ലോലമായ വളരെ ശുഷ്കമായ അറിവും വെച്ച് ചിന്തിച്ചപ്പോൾ തോന്നിയതായിരിക്കാം. അതിനെ മറ്റൊരാൾ തിരുത്തി തരികയാണെങ്കിൽ, പറഞ്ഞു തരികയാണെങ്കിൽ അത് എത്രയോ സ്വീകാര്യമാണ്, ഉപകാരമാണ്, ഖൈറാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രവർത്തകന്മാർക്കും അതേ അഭിപ്രായമേ ഉള്ളൂ. അല്ലാതെ ഒരു പുതിയ ഒരു സംഭവവികാസത്തിനെ മുൻനിർത്തിക്കൊണ്ട് പണ്ഡിത സഭകൾ തമ്മിൽ പരസ്യമായ വാഗ്വാദങ്ങൾ നടത്തണം എന്ന് ഇവിടെ ആർക്കും അഭിപ്രായമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കറൻസി ഒരു വിലയും ഇല്ല എന്ന് ഉള്ള വാദം ശരിയല്ല. അപ്പൊ ഇവിടെ കറൻസി സ്വർണവെള്ളിയുടെ സ്ഥാനത്തുള്ള നഖദ് എന്ന് പറയുന്ന അവസ്ഥ കറൻസിക്കുണ്ടോ ഇല്ലയോ? പണം അല്ലെങ്കിൽ നാണയം എന്നുള്ള ആ ഒരു സ്ഥാനത്തേക്ക് കറൻസിക്ക് അതിന് അർഹത ഉണ്ടോ ഇല്ലയോ എന്ന് ചർച്ച ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിന് എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടോ? അതിന്റെ അതിയുടെ പരിധിയിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഉപകാരമുണ്ട്. മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ തഹ്ഫത്തുൽ മുഹ്താജിന്റെ 4ാം വാല്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു ഇബാറത്ത് ഈ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ താൽക്കാലികമായിട്ട് ഒന്ന് വായിച്ചു തരാം. ബഹുമാനപ്പെട്ടവർ പറയുന്ന എന്താണ്? 2 മണി ഗോതമ്പമോ അല്ലെങ്കിൽ ഏതാനും കടുകുമണിയോ ഒക്കെ ഒരു ഉപകാരവും ഇല്ലാത്തത് കൊണ്ട് അതിന്റെ വിൽപ്പന സാധുവാകുന്നതല്ല എന്ന് പറയാൻ കാരണം ഞാൻ അവയെ കൊണ്ടൊരു ഉപകാരവും ഇല്ലല്ലോ, ചില്ലത്തിയത് വളരെ കുറച്ചായതിനു വേണ്ടി. എന്തുകൊണ്ടാണ് നീ ആളുകളുടെ സാധാരണ സന്ദർഭത്തിൽ, ജനങ്ങളുടെ ഉറുഫിൽ, മനുഷ്യന്മാരുടെ സാധാരണ കീഴ്വഴക്കത്തിൽ ഒരു മുതലിനോട് തട്ടിക്കപ്പെടാൻ പറ്റുന്ന വസ്തുക്കളല്ല, അല്ലെങ്കിൽ ഒരു മുതലിന് പകരം കൊടുക്കപ്പെടുന്ന വസ്തുക്കളല്ല ഈ ഏതാനും കടുകുമണികൾ എന്ന് പറയുന്നത്. അങ്ങനെയാണോ ഇവിടെ കറൻസിയെ സംബന്ധിച്ച് ജനങ്ങളുടെ ഉറപ്പുള്ളത്? കറൻസി കൊണ്ട് ഇവിടെ സ്വർണം വെള്ളി കൊണ്ട് വാങ്ങാൻ കിട്ടാത്ത വസ്തുക്കൾ വരെ ഇന്ന് കറൻസി കൊണ്ട് കിട്ടുന്നുണ്ട്. ജനങ്ങളുടെ ഉറപ്പ് അങ്ങനെയാണ്. കറൻസി കൊടുത്തിട്ട് എല്ലാ സാധനങ്ങളും കറൻസി കൊണ്ട് വാങ്ങുന്നത്. പിന്നെ എങ്ങനെയാണ് അതൊരു ഉറപ്പിൽ അതുകൊണ്ടൊരു ധനം പകരം കിട്ടാത്ത വസ്തുവാണ് എന്നെങ്ങനെ പറയാൻ പറ്റും? ജനങ്ങളുടെ കീഴ്വഴക്കത്തിൽ, അവരുടെ സാധാരണ അവസരത്തിൽ അതിന് പകരം ഒരു വസ്തു വാങ്ങാൻ പറ്റാത്ത വസ്തു എന്നല്ലേ, ഒരു മുതലിന് പകരമാക്കപ്പെടാൻ പറ്റാത്ത വസ്തു എന്നല്ലേ, ഉപകാരമില്ലാത്ത വസ്തു എന്നതിനെ സംബന്ധിച്ച് ഇബ്നു ഹജർ തങ്ങൾ റളിയല്ലാഹു തആല പറയുന്നത്? അങ്ങനെയാണോ കറൻസി എന്നുള്ളത്? അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് കറൻസി എന്ന് പറയുന്നത് തികച്ചും ശരിയല്ല എന്നെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. ഈ സക്കാത്ത് ഞാൻ വളരെ ചുരുക്കി സംസാരിക്കുകയാണ്. സക്കാത്ത് എന്ന് പറയുന്നത് ശാഫിഈ മദ്ഹബ് പ്രകാരം സക്കാത്ത് ആടുമാട് ഒട്ടകത്തിലും അതുപോലെ തന്നെ സ്വർണ്ണ വെള്ളിയിൽ
അതുപോലെ തന്നെ ധാന്യങ്ങളില് ഈത്തപ്പഴം, മുന്തിരി, ഇവയിലാണ്, അഥവാ ഈ 8 ഇനം വസ്തുക്കളിലാണ് സക്കാത്ത് നിർബന്ധമാവുക. എല്ലാ വസ്തുക്കളിലും സക്കാത്ത് നിർബന്ധം. ചക്കയിലും മാങ്ങയിലും അടക്കയിലും തേങ്ങയിലും ഒക്കെ സക്കാത്ത് നിർബന്ധമാകും എന്നുള്ള ഒരു നിയമം ശാഫി മദ്ഹബിൽ ഇല്ല. 8 ഇനം വസ്തുക്കളിലാണ്: ആടുമാട്, ഒട്ടകം, അതുപോലെ തന്നെ ധാന്യങ്ങൾ, സ്വർണം, വെള്ളി. അതുപോലെ തന്നെ ഈത്തപ്പഴം, മുന്തിരി. ഇവയിലാണ് സക്കാത്ത് നിർബന്ധമാണ്, 8 ഇനം വസ്തുക്കളിൽ. അപ്പൊ അവിടെ ഒരു ചോദ്യം വരും. എന്താണ് ചോദ്യം വരുന്നത്? അങ്ങനെയാണ് ഈ കച്ചവടച്ചരക്ക്, ഒരാൾ മീൻ കച്ചവടം ചെയ്യാണ് അല്ലെങ്കിൽ വിറകും കച്ചവടം ചെയ്യാണ്, ഇങ്ങനത്തെ വസ്തുക്കളിലൊക്കെ അതിന്റെ നിയമപ്രകാരം സക്കാത്ത് നിർബന്ധമാണല്ലോ. അത് 8 ഇനത്തിൽ എങ്ങനെ ഉൾപ്പെടും? ആകെ 8 ഇനത്തിലെ നിർബന്ധമാകുകയുള്ളൂ എന്ന് ഷാഫി ഫിഖ്ഹിലൊക്കെ കാണാം. അപ്പൊ പിന്നെ കച്ചവടച്ചരക്കിനെ എന്തിൽ ഉൾപ്പെടുത്തും? കച്ചവടച്ചരക്കിൽ സക്കാത്ത് ഉണ്ടല്ലോ. അതിന് മറുപടിയായിട്ട് പറഞ്ഞത്, കച്ചവടച്ചരക്ക് എന്ന് പറഞ്ഞാൽ ആ ചരക്കിന്റെ റാത്തിനെയല്ല സക്കാത്ത് കൊടുക്കുന്നത്, മറിച്ച് ആ ചരക്കിനെ വില കെട്ടിയിട്ട് അതിന്റെ മൂല്യമായ പണത്തിനെയാണ് സക്കാത്ത് കൊടുക്കുന്നത്. അപ്പൊ അത് പണത്തിന്റെ അഥവാ സ്വർണ്ണ വെള്ളിയുടെ സക്കാത്തിന്റെ പരിധിയിൽ അത് ഉൾപ്പെട്ടു എന്നാ മനസ്സിലായില്ലേ? അത് ബഹുമാനപ്പെട്ട ഫുഖഹാക്കൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലം യുദ്ക്കർ ഉറൂദ് തിജാറ മഅ അന്നഹാ മദ്കൂറത്തുൻ ഫിൽ ഇജ്മാൽ ഇല്ലാ അൻ യുഖാല ഇന്നഹാ ദാഖിലത്തുൻ ഫിൽ ദഹബി വൽ ഫിദ്ദ. കച്ചവടച്ചരക്കുകൾ സ്വർണ്ണ വെള്ളിയിൽ അത് ദാഖിലാണ്, അത് കടന്നതാണ് എന്നതായതുകൊണ്ടാണ് 8 ഇനം വസ്തുക്കൾ എന്ന് പറഞ്ഞതിൽ, അല്ലെങ്കിൽ 8 ജാതി വസ്തുക്കൾ എന്ന് പറഞ്ഞതിൽ കച്ചവടച്ചരക്കിനെ ഉൾപ്പെടുത്താതിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ നിന്നുള്ള സ്വർണ്ണവെള്ളി, ഈ സ്വർണ്ണവെള്ളി എന്നുള്ളതിൽ സക്കാത്ത് ഉണ്ടായത് എങ്ങനെയാണ്? അതിലൊരു ഇല്ലത്തുണ്ട്. അത് കേവലം ഹിക്മത്ത് മാത്രമല്ല, അത് ഇല്ലത്തായിട്ട് തന്നെയാണ്. അഥവാ ആ ഇല്ലത്ത് ഉള്ള സന്ദർഭത്തിൽ സക്കാത്ത് നിർബന്ധമാകും, ഇല്ലത്ത് ഇല്ലാതെയാകുന്ന സന്ദർഭത്തിൽ സക്കാത്ത് ഒഴിവാകുകയും ചെയ്യും. കേവലം ഹിക്മത്തല്ല. ഹിക്മത്താകുമ്പോ ഉണ്ടായിക്കൊള്ളുന്നില്ല, ഉണ്ടായത് കൊണ്ട് ഹുക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല, ഇല്ലാത്തത് കൊണ്ട് ഹുക്കും നഷ്ടപ്പെട്ടത് കൊള്ളണമെന്നില്ല. അങ്ങനെയൊക്കെയുള്ളൊരു വിഷയമാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഇവിടെ ഇല്ലത്താണ് നിമിത്തം. സ്വർണ്ണവെള്ളിയിൽ സക്കാത്ത് നിർബന്ധമാവാനുള്ള കാരണം നഖ്ദിയ്യത്ത് എന്നാണ്. നഖ്ദിയ്യത്ത് ഇമാം ഇബ്നു ഹജർ തുഹ്ഫയിലെ 3-ാം വാല്യം 410 പേജിൽ പറഞ്ഞു, ഫഇന്നൽ ഇല്ലത ഫീഹി അൻ-നഖ്ദിയ്യത്ത്. സ്വർണ്ണവെള്ളിയിലുള്ള സക്കാത്തിന്റെ ഇല്ലത്ത് നഖ്ദിയ്യത്ത്, അത് നഖ്ദാവുക എന്നതാണ്. കൗനുഹു നഖ്ദൻ എന്നാണ് അതിനെപ്പറ്റി മൗലിയിൽ ഇബാറത്ത് 1-ാം വാല്യം 410 പേജ്. അതുപോലെ സമനാവുക, വിലയാവുക എന്നുള്ള ഇബാറത്ത് ഫുഖഹാക്കൾ നൽകിയതായിട്ട് കാണാൻ കഴിയും. കൗനുഹുമാ മുഅദ്ദൻ ലിന്നമായി, ഒരാളുടെ ധനവികസനത്തിന് തയ്യാറാക്കപ്പെട്ടതാവുക. ഇമാം ഷിറാസി റളിയല്ലാഹു തആല അൻഹു മുഹദ്ദബിന്റെ 6-ാം വാല്യം 2-ാമത്തെ പേജിൽ പറഞ്ഞു, വലി അന്ന ദഹബ വൽ ഫിദ്ദത മുഅദ്ദൻ ലിന്നമാ, അത് നമാഇൻ, ഒരാളുടെ ധനത്തിന്റെ സമ്പൽശേഷിയുടെ വികാസത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടതാവുക. കൗനുഹു മുഅദ്ദൻ ലിസ്സർഫി, സ്വർണം വെള്ളി എന്ന് പറഞ്ഞാൽ സ്വന്തത്തിൽ ഉപയോഗിക്കാനുള്ളതല്ല, അത് ചെലവാക്കാനുള്ളതാണ്. നിഹായുടെ 1-ാം വാല്യം 129-ാമത്തെ പേജിൽ അത് മുഅദ്ദൻ ലിസ്സർഫി, അത് ചെലവഴിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത് അല്ലെങ്കിൽ തയ്യാറാക്കപ്പെട്ടത്. അതുപോലെ തന്നെ ലിൽ ഇസ്തിഗ്നാഇ അനിൽ ഇന്തിഫാഇ ബിഹിമാ, മൗലിയിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് കാണാം, ഇന്ന സക്കാത്തുഹു, സ്വർണ്ണവെള്ളിയുടെ സക്കാത്ത് തുനാത്തു, അതിന് ശിക്ഷിക്കപ്പെടും. ഇസ്തിഗ്നാഇ അനിൽ ഇന്തിഫാഇ, സ്വയം അത് ഉപയോഗിക്കപ്പെടുന്നതിനെ തൊട്ട് ഐശ്വര്യമായതാണ്. പിന്നെന്താണത്? അത് മുത്തലഫാത്തിന്റെ അഥവാ ഉപയോഗിച്ച് നഷ്ടപ്പെടുത്തുന്നതായ ധനത്തിന്റെയും അതുപോലെ തന്നെ മൻഫഅത്തുകളുടെയും അവയുടെ വിലയായിട്ട് ആണ് അതിന്റെ ഉപയോഗമുള്ളത് എന്നതുകൊണ്ടാണ്. ലാബി ജൗഹരി, സ്വർണം സ്വർണമായതിന്റെ പേരിലല്ല, വെള്ളി വെള്ളിയായതിന്റെ പേരിൽ അല്ല, മറിച്ച് സ്വർണവും വെള്ളിയും അത് മുത്തലഫാത്തിന്റെ അഥവാ ഉപയോഗിച്ച് തീർക്കപ്പെടുന്ന വസ്തുക്കളുടെ വിലയാവുക, അതുപോലെ തന്നെ മൂല്യമാവുക, വിനിമയ മാധ്യമമാവുക, സ്വന്തം ഉപകരിക്കാത്തതാവുക, ചെലവാക്കാൻ വേണ്ടി തയ്യാറാക്കപ്പെട്ടതാവുക, അത് ധനവികാസത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടതാവുക,
ഇങ്ങനെയൊക്കെയാണ് സ്വർണ്ണവെള്ളിയിൽ സക്കാത്ത് ഉണ്ടാവാനുള്ള ഇല്ലത്തായിട്ട് ബഹുമാനപ്പെട്ട ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഇല്ലത്തിൽപ്പെട്ട ആ സമനീയത്ത് അല്ലെങ്കിൽ നഖദിയത്ത്, ആ പ്രയോഗം ഫുഖഹാക്കൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അഥവാ ശാഫിഈ മദ്ഹബിന്റെ ഫിഖ്ഹിന്റെ കിതാബുകളും പല അധ്യായങ്ങളിലും പല അർത്ഥത്തിൽ ഉപയോഗിക്കും. എല്ലാ അധ്യായത്തിലും എല്ലാ വാക്കും ഒരേ അർത്ഥത്തിലാവണം എന്നില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, ശേഷിയുള്ളവൻ, സാമ്പത്തിക ശേഷിയുള്ളവൻ എന്ന അല്ലെങ്കിൽ ധനവാൻ എന്ന അർത്ഥത്തിലുള്ള വലിയ, അത് ഫിഖ്ഹിന്റെ പല ബാബുകളിലും പല അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. സക്കാത്തിന്റെ ബാബിൽ ഒരു അർത്ഥമുണ്ട്, അതുപോലെ പല ബാബുകളിലും പല അർത്ഥത്തിലും. മുആമലാത്തിന്റെ ബാബുകളിൽ വേറൊരു അർത്ഥമാണ്, അതുപോലെ ഫർദ് കിഫായകൾ വിശദീകരിക്കുന്ന സ്ഥലത്ത് വേറൊരു അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഭാര്യമാർക്ക് നഫക്ക ചെലവ് കൊടുക്കുന്ന വിഷയം ചർച്ച ചെയ്തിടത്ത് വേറൊരു അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ സുന്നത്തായ സദഖയുടെ വിശദീകരണത്തിൽ അതിന് മറ്റൊരർത്ഥമാണുള്ളത്. ഇങ്ങനെ പല അർത്ഥം എന്നതുപോലെ നഖദിയത്തിന് പല അധ്യായത്തിലും പല അർത്ഥമാണുള്ളത്. എല്ലാ അധ്യായത്തിലും ഒരേ അർത്ഥമാണെന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് അർത്ഥമുണ്ട്. ഇപ്പൊ പ്രത്യേകം നാടുകളിൽ മാത്രം നടപ്പുള്ള പണം, അതുപോലെ ഒരു നാട്ടിൽ നടപ്പുള്ള പണം, അത് സവാവുൽക്കാന ഈ ബലദിൻ ആഖറ അംല, മറ്റൊരു നാട്ടിൽ അത് നടപ്പുണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ. അതുപോലെ അക്സറുൽ ബിലാദിൽ അധിക നാടുകളിലും നടക്കുന്ന പണം, അതുപോലെ തന്നെ അധിക നാടുകളിലും പണം ആകാനുള്ള ഗുണമുള്ളത്, അധിക നാടുകളിലും പണം ആകാനുള്ള ലോഹപരമായ ഗുണമുള്ളത്, ഇങ്ങനെ പല അർത്ഥത്തിലും ഫുഖഹാക്കൾ നഖദ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ എല്ലാ ഇബാറത്തും കൂടി ഇപ്പോൾ തൽക്കാലം വായിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് പിന്നീട് മറ്റൊരവസരത്തിൽ നമുക്ക് വായിക്കാം. ഇവിടെ കറൻസികൾ എന്ന് പറയുമ്പോൾ എന്താണ്? ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് തന്നെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ദിർഹമുകൾ അല്ലെങ്കിൽ ദീനാർ, വെള്ളിയുടേതല്ല സ്വർണത്തിന്റെ ദീനാർ പ്രയോഗത്തിലുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം ഇബ്നു അബീ ശൈബ അവരുടെ മുസന്നഫിൽ ഉദ്ധരിച്ചതായിട്ട് ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു അൽ-ഹാദിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് ചരിത്രപരമായിട്ട് അത് എത്രത്തോളം അത് തെളിയിക്കപ്പെട്ടതാണോ അല്ലയോ എന്നുള്ള ആ ഒരു പഠനത്തിലേക്ക് തൽക്കാലം ഞാൻ മുതിരുന്നില്ല. ഞാൻ എൻ്റെ ഒരു പ്രസംഗത്തിൽ ഈ അടുത്ത് ആ സുയൂത്തി ഇമാമിന്റെ പ്രസ്താവനയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ആ പ്രഭാഷണം കേട്ട ഒരു സാമ്പത്തിക വിദഗ്ധനായ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ ആ പറഞ്ഞത്, അഥവാ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് തന്നെ സ്വർണ്ണ നാണയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വിനിമയം നടന്നിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് യുക്തിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹം മനസ്സിലാക്കിയ അറിവിനോടത് യോജിക്കുന്നില്ല എന്ന അർത്ഥത്തിൽ. ഞാൻ അദ്ദേഹത്തോട് പ്രതികരിച്ചു, നമ്മള് സാമ്പത്തിക ശാസ്ത്രത്തിൽ പഠിക്കുന്ന ചരിത്രങ്ങളും അതുപോലെ തന്നെ ഇസ്ലാമിക ശാസ്ത്രങ്ങളിൽ പ്രതിപാദിക്കുന്ന അറിവുകളും തമ്മിൽ പലപ്പോഴും ഏറ്റുമുട്ടാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ മനുഷ്യനായിട്ട് ആദം നബി അലൈഹി ഇസ്ലാമിനെയാണല്ലോ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. സ്കൂളിന്റെ പുസ്തകത്തിൽ എത്രയോ 10,000, 50,000 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യന്മാരുടെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അത് തന്നെ കുരങ്ങിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ പല രൂപത്തിൽ പറയുന്നുണ്ട്. അപ്പോ ഇസ്ലാമിക ശാസ്ത്രം അത് വഹയിന്റെ അടിസ്ഥാനത്തിലുള്ള ഇൽമായിരിക്കും, അതേസമയത്ത് ഭൗതിക ശാസ്ത്രത്തിൽ മനുഷ്യന്റെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന ഇൽമായിരിക്കും. ആ രണ്ട് ഇൽമും തമ്മിൽ പലപ്പോഴും ഏറ്റുമുട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോ ഏതായാലും പൗരാണിക കാലത്ത് തന്നെ സ്വർണ്ണവെള്ളികളുണ്ട്, അവയുടെ വിനിമയ ഉപയോഗങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടയിൽ പിന്നീട് സ്വർണ്ണവെള്ളികൾ അല്ലാത്ത ലോഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ധാന്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ തോലുകൾ, മൃഗത്തിന്റെ തോലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രത്യേക പണം മനുഷ്യന്മാർ ഉണ്ടാക്കുകയും അതുപയോഗിച്ചുകൊണ്ട് വസ്തുക്കൾ വാങ്ങുകയും വിൽക്കുകയും മറ്റു ക്രയവിക്രയങ്ങളും ഇടപാടുകളും നടത്തുകയും ചെയ്തതൊക്കെ ചരിത്രത്തിൽ നമുക്ക് വിശദമായിട്ട് കാണാൻ സാധിക്കും. അത് നമ്മുടെ വിജ്ഞാനകോശങ്ങളൊക്കെ പരിശോധിച്ചാൽ പണം, കറൻസി, നാണയം പോലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന സ്ഥലത്ത് ആ കാര്യങ്ങളൊക്കെ വിശദമായി പറയുന്നുണ്ട്. എന്നാൽ കറൻസികൾ എന്ന് പറയുന്നത് കടലാസു പണങ്ങളാണ്. ഈ കടലാസു പണങ്ങള് അത് ഇപ്പോ കൂടുതൽ
അധികം കാലമായിട്ടില്ല, ഏതാനും നൂറ്റാണ്ടുകളുടെ ഉള്ളിൽ വന്ന ഒരു വിഷയമാണ് കടലാസ് പണങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ചില മുദ്രകളുണ്ടാവും, ചില നമ്പറുകളുണ്ടാവും, ചില മൂല്യങ്ങളുണ്ടാവും. ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന കറൻസികളുടെ മുമ്പ് കറൻസികൾക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് കടരേഖകളായിരുന്നു. എന്ന് വെച്ചാൽ കറൻസികൾ പുറത്തിറക്കുന്ന ആ കേന്ദ്രം, അത് സർക്കാർ ആവട്ടെ അല്ലെങ്കിൽ ബാങ്ക്, റിസർവ് ബാങ്ക് ആവട്ടെ, ആ കേന്ദ്രം ഈ കറൻസി, ഇപ്പൊ 50 രൂപയാണ് കറൻസി എങ്കിൽ ആ കറൻസിയുടെ മൂല്യത്തിന് തുല്യമായ സ്വർണം അല്ലെങ്കിൽ വെള്ളി ഈ കറൻസിക്ക് പകരം ഞങ്ങൾ തരുന്നതാണ് എന്നുള്ള ഒരു ബാധ്യത ഏറ്റെടുക്കുന്ന ഒരു പ്രസ്താവന, ഒരു പ്രഖ്യാപനം നടത്തുകയും അതനുസരിച്ച് ജനങ്ങൾ അതിനെ ഒരു പണമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന സമ്പ്രദായം ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഒക്കെ അങ്ങനെയുള്ള ചില സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം, പ്രത്യേകിച്ച് 1970-കൾക്ക് ശേഷം അങ്ങനെ ഒരു സ്വർണമോ വെള്ളിയോ നമ്മൾ ചുമന്ന് നടക്കുന്ന, നമ്മൾ കീശയിൽ വെക്കുന്ന കറൻസി നോട്ടുകൾക്ക് പകരമായിട്ട് ഗവൺമെന്റ് കൊടുക്കുക എന്നുള്ളൊരു സംഭവമില്ല. അങ്ങനെ ഒരു കയ്യിലിരിപ്പോ ഒരു നീക്കിയിരിപ്പോ ഗവൺമെന്റ് നടത്തുന്നുമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ പിന്നെ ഗവൺമെന്റ് എന്ത് ചെയ്യാണ്? 1000 രൂപയാവട്ടെ, 2000 രൂപയാവട്ടെ, 500 ആവട്ടെ, 100 ആവട്ടെ, 50 ആവട്ടെ, 10 ആവട്ടെ, 5 ആവട്ടെ, ആ നോട്ടുകൾ അതിൽ എഴുതിയതായ നമ്പറിന്റെ അത്രയും മൂല്യം ഇതിന് ഉണ്ട് എന്നുള്ള ഒരു പ്രസ്താവന അവിടെ എഴുതി ചേർക്കുകയാണ്. അതൊരു കൽപ്പനയാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിനിമയങ്ങൾ, അതുപോലെ തന്നെ സേവനങ്ങൾ, അതുപോലെ ശമ്പളങ്ങൾ പോലുള്ള കാര്യങ്ങൾ, കൂലികൾ, ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യണം എന്നുള്ള സർക്കാരിന്റെ ഉത്തരവാണുള്ളത്. ആ ഉത്തരവിനെ ജനങ്ങൾ സ്വീകരിക്കുകയാണ്, അല്ലെങ്കിൽ ജനങ്ങൾ അതിനെ അനുശാസിക്കുകയാണ്. ആ ശാസനയെ ജനങ്ങൾ ശിരസാവഹിക്കുകയാണ്. അപ്പോൾ സർക്കാർ ശാസിക്കുന്നു, ജനങ്ങൾ ശിരസാവഹിക്കുന്നു എന്നുള്ള ആ ശാസനയുടെയും ശിരസാവഹിക്കുന്നതിന്റെയും ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കറൻസികളുടെ വിനിമയം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പല പ്രക്രിയകളും അല്ലെങ്കിൽ പല ഘട്ടങ്ങളും ഈ കടലാസു പണങ്ങൾക്ക് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ആധുനിക കറൻസികൾ എന്ന് പറയുന്നത് അതിന്റെ ബദൽ ഗവൺമെന്റോ അല്ലെങ്കിൽ റിസർവ് ബാങ്കോ സ്വർണമോ അല്ലെങ്കിൽ വെള്ളിയോ പകരം തരുന്ന ഒരു രൂപത്തിലുള്ള കറൻസികൾ അല്ല എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കും. അങ്ങനെയുള്ളതായിരിക്കുന്ന ആധുനിക കറൻസി സ്വർണ്ണ വെള്ളിയെ പോലെ നെക്കതാണോ അല്ലയോ എന്നുള്ളതാണ്. സ്വർണവും വെള്ളിയും അതിലുള്ള നെക്കതീയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർണം വെള്ളിയും സകാത്തിന്റെ ബാബിൽ നെക്കതാകുന്ന സൂറത്തുമുണ്ട്, നെക്കത് അല്ലാതെയാകുന്ന സൂറത്തുമുണ്ട്. സ്വർണവും വെള്ളിയും സക്കാത്തിന്റെ ബാബിൽ നെക്കതാവുന്ന രൂപവുമുണ്ട്, നെക്കത് അല്ലാതെയാവുന്ന രൂപവുമുണ്ട്. നെക്കതാവുന്ന രൂപം എന്ന് പറഞ്ഞാല് സാധാരണഗതിയിൽ മാ കാബലൽ അർദ വദ്ദൈന, നെക്കത് എന്ന് പറഞ്ഞാൽ ചരക്കുകൾക്കും കടത്തിനോടും എതിരായി വരുന്ന പണം, അതാണ് നെക്കത് എന്ന് പറയുന്നത്. അത് സ്വർണ്ണവെള്ളി എന്നുള്ളത് ആ നെക്കതാണ്. ആ സ്വർണ്ണവെള്ളി അനുവദനീയമായ ആഭരണമാക്കി കഴിഞ്ഞാൽ മുഅദ്ദുല്ലിന്നമാ, അഥവാ ധനത്തിന്റെ വികസനത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടത് എന്നുള്ള ആ നെഖദിയത്ത്, ആ പണമായിരിക്കുക എന്ന് പറയുന്ന അവസ്ഥ മാറിയിട്ട് അത് മുഅദ്ദുല്ലിൽ ഇസ്തിഅമാലായി മാറും, അതൊരു ഉപഭോക്തൃ വസ്തുവായിട്ട് മാറുകയാണ്. അപ്പൊ അതോടുകൂടി അതിന്റെ നെഖദിയത്ത് നഷ്ടപ്പെടുകയാണ്. സക്കാത്തിന്റെ ബാബിൽ അത് നെഖദിയത്ത് നഷ്ടപ്പെട്ടു, അത് അർമുക്കിന്യത്തായി മാറുകയാണ്. സക്കാത്തിന്റെ ബാബിൽ സ്വർണവും വെള്ളിയും അനുവദനീയമായ ആഭരണമാക്കിപ്പെട്ട് കഴിഞ്ഞാൽ അത് അർമുക്കിന്യത്തായി മാറുകയാണ്. എന്ന് വെച്ചാൽ അത് ഉപഭോക്തൃ വസ്തുവായിട്ട് മാറുകയാണ്. നമ്മളിപ്പോ സംസാരിക്കുന്ന ലാപ്ടോപ്പ് അത് എന്റെ ഒരു ഉപയോഗത്തിനുള്ള വസ്തുവാണ് എന്നതുപോലെ അനുവദിക്കപ്പെട്ട ആഭരണങ്ങളുണ്ടല്ലോ, സ്ത്രീകൾക്ക് ധരിക്കാനുള്ള ആഭരണങ്ങൾ, അതുപോലെ കുട്ടികൾക്ക് ധരിക്കാനുള്ള ആഭരണങ്ങൾ. അതല്ലെങ്കിൽ ഒരു വസ്തുവിനെ ആഭരണമായിട്ട് ഒരു പുരുഷൻ തന്നെയാണ് ഉണ്ടാക്കിയത്, പക്ഷെ അയാൾ ഹറാമായ ഒരു ഉപയോഗം ഉദ്ദേശിച്ചിട്ടില്ല, ഹലാലായ ഉപയോഗം അതും ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷെ അതിനെ സൂക്ഷിച്ചു വെക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. ഒരു കരുതൽ ധനമായിട്ട് എടുത്തു വെക്കുക, ഭാവിയിൽ ഒരു ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ ഒരു മുൻകൂട്ടി ഒരു ധനമായിട്ട് അതിനെ സൂക്ഷിച്ചു വെക്കുക എന്നൊന്നും ഉദ്ദേശിക്കാതെ ഒരാൾ ഒരു ആഭരണം ഉണ്ടാക്കിയാൽ തന്നെ അതെന്തായി? അതോടുകൂടി തന്നെ അതിന്റെ ആ നമാഇന് വേണ്ടി തയ്യാറാക്കപ്പെടുക എന്നുള്ള ആ നഖദിയത്ത് ബാത്തിലായി. ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ
വേറെയും ചില സന്ദർഭങ്ങളിൽ ആ നഖദിയത്ത് നഷ്ടപ്പെടാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാളിപ്പോൾ എന്ത് ചെയ്തു, ഒരു സ്വർണത്തിന്റെ പാത്രമാണ്. സ്വർണത്തിന്റെ പാത്രം ഉപയോഗിച്ച് നമുക്ക് പൊതുണ്ടാക്കാനോ അതല്ലെങ്കിൽ വെള്ളം കുടിക്കാനൊന്നും പറ്റൂലാണ്. സ്വർണത്തിന്റെ പാത്രം ഉപയോഗിക്കൽ ഹറാമാണ്. ഒരാളെന്ത് ചെയ്തു, സ്വർണത്തിന്റെ പാത്രം മുസ്ലിങ്ങൾ ഇറക്കുമ്പോൾ മറ്റോ വാങ്ങി. എന്തിനു വേണ്ടിയാ? അതുകൊണ്ട് നല്ല അനുവദനീയമായ ആഭരണങ്ങൾ ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തിനാണ് വേണ്ടി വാങ്ങിയത്. പക്ഷേ അദ്ദേഹം ആഭരണം ഉണ്ടാക്കാതെ അത് എടുത്തു വെച്ചു. തുഹരിഹി, തന്റെ ഒതുണ്ടാക്കാനും കുളിക്കുവാനും വേണ്ടി അത് ഉപയോഗിക്കലിലേക്ക് അദ്ദേഹത്തിന് വേറെ പാത്രങ്ങളൊന്നും കിട്ടാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് അത് അത്യാവശ്യമായി വന്നു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞാൽ അതിൽ സക്കാത്ത് നിർബന്ധമാകുമോ? നിർബന്ധമാവില്ല. എന്തുകൊണ്ട്? അത് ഇസ്തിഅ്മാലിന് വേണ്ടി, അഥവാ ഉപയോഗിക്കാൻ വേണ്ടി, സ്വന്തമായി ഉപയോഗിക്കാൻ, നേരിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാക്കപ്പെട്ടു കഴിഞ്ഞു. അതിന്റെ സക്കാത്തിന്റെ ബാബിൽ പരാമർശിക്കുന്ന നഖദിയത്ത് എന്നുള്ള വസ്തുക്കളുടെ വിനിമയ മാധ്യമം എന്നുള്ള സ്വഭാവം അതിന് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഒരാൾക്ക് ഇപ്പോൾ ഒരു സ്വർണ്ണപാത്രമുണ്ട്, ആ പാത്രത്തിൽ മരുന്ന് കുടിച്ചെങ്കിലേ അയാളെ രോഗം മാറുള്ളൂ എന്ന് വൈദ്യര് പറഞ്ഞു. വേറെ ഏത് പാത്രം, പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിലോ ചില്ലിന്റെ പാത്രത്തിലോ പിന്നാണ പാത്രത്തിലോ അതല്ലെങ്കിൽ ഫൈബറിന്റെ പാത്രത്തിലോ ഒന്നും മരുന്ന് കുടിച്ചാൽ രോഗം മാറൂല. അങ്ങനത്തെ രോഗങ്ങളൊന്നും ആൾക്കാർ ഇറക്കാമല്ലോ. അങ്ങനെ മറദിൻ രോഗത്തിന് വേണ്ടി വിശ്വസ്തനായ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം രോഗ ചികിത്സയ്ക്ക് വേണ്ടി ഒരാൾ സ്വർണ്ണപാത്രത്തിൽ തന്നെ മരുന്ന് കുടിക്കലിലേക്ക് അനിവാര്യമായി കഴിഞ്ഞാൽ അന്നഹുലായുസീരുഹു ഇല്ലാഹുവ അംസഖഹു ലിഅജ്ലിഹി അവിത്തഖദഹു ഇബ്തിദാഅൻ അപ്പൊ ഇല്ലേ, എന്നാലും അത് മുഅദ്ദിൽ ലിൽ ഇസ്തിഅമാലാണ്. അപ്പൊ അത് മുഅദ്ദിൽ ലിൽ നമാ അല്ല, അല്ലെങ്കിൽ മുസ്തഖിൽ ലിൽ ഇന്തിഫാഇ ബിഹി അല്ല, അതല്ലെങ്കിൽ അത് ഖീമത്തുൽ ലിൽ അഷ്യാഇ വൽ മുതലഫാത്തായിട്ടല്ല അതിനെ സക്കാത്തിന്റെ ബാബിൽ പണ്ഡിതന്മാർ, ശാഫിഈ മദ്ഹബിലുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ച് കഴിഞ്ഞാല്, ചരക്കുകളുടെ എതിർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഇതാണ് സ്വർണ്ണവെള്ളി. അതാണ് ചരക്കുകളുടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് സ്വർണ്ണവെള്ളിയുടെ നഖദിയത്തായിട്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ആ നഖദിയത്ത് മുബാഹായ ഹദിയാകുന്ന ഘട്ടത്തിൽ അത് നഷ്ടപ്പെടുകയാണ്. അത് അർളു കെനിയത്തായി മാറുന്നു. അഥവാ ചരക്കിന്റെ പ്രതിസ്ഥാനത്തുള്ള പണം എന്നുള്ള ആ സ്വഭാവത്തിൽ നിന്ന് അത് ചരക്കായി മാറുന്നു. അതുകൊണ്ടാണ് ഇത് ഇല്ലത്താന്ന് പറയാൻ കാരണം. എന്ന് വെച്ചാൽ ആ ഇല്ലത്ത് ഉള്ളിടത്തെ സക്കാത്ത് ഉണ്ടാവുകയുള്ളൂ, ആ ഇല്ലത്ത് ഇല്ലാത്ത സ്ഥലത്ത് സക്കാത്ത് ഉണ്ടാകുന്നതും അല്ല. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോ ആധുനിക കറൻസികൾ എന്ന് പറയുമ്പോൾ ആ കറൻസിയുടെ സ്വഭാവം എന്താണ്? നഖദിയത്ത് എന്ന് പറഞ്ഞാൽ കേവല നഖദിയത്തല്ല അവർ ഉദ്ദേശിക്കുന്നത്. സ്വർണ്ണവെള്ളിയുടെ നഖദിയത്ത് എന്ന് പറഞ്ഞാൽ ഫുലൂസുകളെ പോലുള്ള കേവല നഖദിയത്തല്ല. ഫുലൂസുകൾ എന്ന് പറയുന്നത് സ്വർണ്ണവെള്ളി പോലെ ഒരു നാട്ടിൽ ചെലവാകുന്നുണ്ടെങ്കിലും അതിന് ഒലബത്തില്ല. ഒലബത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളും, എല്ലാ കാര്യങ്ങൾക്കും, ജമീഉൽ ഉമൂറിനും ജമീഉൽ അഷ്യാഇനും, സകല വസ്തുക്കൾക്കും സകല കാര്യങ്ങൾക്കും വിലയായി ഭവിക്കുക എന്ന സ്വഭാവം ഫുലൂസുകൾക്കില്ല. ഫുലൂസ് എന്ന് പറഞ്ഞാൽ ചെമ്പു നാണയങ്ങള്, നമ്മൾ 5 പൈസ 10 പൈസന്റെ ഒക്കെ മാതിരിക്കത്തെ നിക്കല് കൊണ്ടുണ്ടാക്കിയ നാണയങ്ങള്, അല്ലെങ്കിൽ ചെമ്പ് കൊണ്ടുണ്ടാക്കിയ നാണയങ്ങള്, അതുപോലുള്ള ലോഹങ്ങളെ കൊണ്ടുള്ള ഇരുമ്പ് കൊണ്ട് സ്റ്റീല് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ നാണയങ്ങളില്ലേ, അത്തരം നാണയങ്ങളിൽ സക്കാത്തില്ല എന്ന് പറയാൻ കാരണം എന്താണ്? നാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അവിടുത്തെ കിതാബ് റിസാലയിൽ പറഞ്ഞിട്ടുണ്ട്, സ്വർണ്ണവെള്ളിയോട് മറ്റൊന്നിനെയും തുലനം ചെയ്യപ്പെടാൻ പറ്റൂല സക്കാത്തിന്റെ വിഷയത്തിൽ. അതിന് അദ്ദേഹം ബഹുമാനപ്പെട്ടവർ പറഞ്ഞ 2 കാരണമാണ്. ഒന്ന്, സ്വർണത്തിലും വെള്ളിയിലുമാണല്ലോ സക്കാത്ത് നസ്സിൽ വന്നിട്ടുള്ളത്. ഖുർആനിലും ഹദീസിലും ഒക്കെ സ്വർണ്ണ വെള്ളിയുടെ സക്കാത്താണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്. പിന്നെ വേറെ വസ്തു ആ സ്വർണ്ണവെള്ളിയുടെ മഅനയിൽ, അഥവാ അതിൽ സ്വർണ്ണവെള്ളിയിൽ സക്കാത്ത് ഉണ്ടാവാൻ ആവശ്യമായ ഇല്ലത്ത് ഫുലൂസുകൾക്ക്, അഥവാ ചെമ്പു നാണയം, പിൽക്കാലത്ത് ഉണ്ടാക്കപ്പെട്ട ചെമ്പു നാണയങ്ങളിൽ ഇല്ല. അപ്പൊ ആ ഇല്ലത്ത് ഇല്ലാത്തതാണ് ഫുലൂസുകൾ എന്താവാൻ കാരണം, സക്കാത്ത് ഇല്ലാത്ത വസ്തു ആവാൻ കാരണം. അപ്പൊ ഇല്ലത്ത് ഉള്ളതാണെങ്കിലോ,
സ്വർണ്ണവെള്ളിയിലുള്ള നഖദിയത്ത് എന്ന് പറയുന്ന ഇല്ലത്ത് വേറെ വല്ല വസ്തുവിലും ഉണ്ടെങ്കിൽ അതിന് സക്കാത്തുണ്ടാകും. കറൻസി അതിൽ പെടുമോ എന്നുള്ളതാണ്. കറൻസി അതിൽ പെടുമോ? കറൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? വാലിബായ അസമനീയത്തുൽ വാലിബത്ത്, എല്ലാ വസ്തുക്കൾക്കും വിനിമയ മാധ്യമമാകാൻ പറ്റുന്നത് അതിജയിച്ചതായ വിനിമയ മാധ്യമം, അതല്ലെങ്കിൽ വസ്തുക്കളുടെ മൂല്യമളക്കാനുള്ള വസ്തു, സാധനങ്ങളുടെ മൂല്യമളക്കാനുള്ള വസ്തു, എല്ലാ വസ്തുക്കളുടെയും എത്രത്തോളം വെച്ചാൽ കറൻസി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അടിസ്ഥാന നാണയമായ സ്വർണ്ണവെള്ളിയുടെ അതിന്റെ വരെ മൂല്യം, അതിന്റെ വരെ വില ഇന്ന് കറൻസി കൊണ്ടാണ് അളക്കുന്നത്. അപ്പൊ എല്ലാ വസ്തുക്കളുടെയും വിനിമയ മാധ്യമമാകുന്ന അവസ്ഥ എന്നുള്ളത് വാജിബത്തായ നഖദിയത്ത്, അങ്ങനെ ഈ ഫുഖഹാന്റെ ഇബാറത്തുണ്ട്. ആ അതിജയിക്കുന്നതായ സകല വസ്തുക്കളെയും വാങ്ങാൻ പറ്റുന്ന രൂപത്തിലുള്ള പണമാവുക എന്ന് പറയുന്ന നഖദിയത്ത് ആധുനിക കറൻസികൾക്കുണ്ട്. ഇത് അഭിപ്രായ വ്യത്യാസം വരാൻ സാധാരണ മസലേട്ടോ. ഇത് ഖണ്ഡിതമായി ശാഫി മദ്ഹബിൽ യാതൊരു അഭിപ്രായ വ്യത്യാസത്തിലും പഴുതില്ലാത്ത വിധം ഖണ്ഡിതമാണ് എന്ന് നമുക്ക് പറയാൻ നിർവാഹമില്ല. എന്തുകൊണ്ടെന്നാൽ ഇതൊരു ആധുനിക വിഷയമാണ്. അപ്പൊ ഈ വിഷയത്തിൽ ഇത് എന്തിനോടാണ് സാദൃശ്യമാകുന്നത്, എന്തിനോടാണ് ഇതിനെ ചേർക്കപ്പെടേണ്ടത് എന്നുള്ളതിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇത് സ്വാഭാവികമായിട്ടും എല്ലാ മസലകളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് പോലെ തന്നെ ഈ മസലയിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പഴയ കാലത്ത് മഹാനായ ഇമാം അബ്ദുൽ ഹമീദ് ഷെർവാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് അന്നുണ്ടായിരുന്ന കറൻസികൾ, ആ കറൻസികൾ എന്ന് പറയുന്നത് ഇന്നത്തെ പോലത്തെ അതിജയിക്കുന്ന കറൻസികളായിരുന്നില്ല. അത് ഒരു എന്താ പറയാ, വളരെ സ്വർണത്തിന്റെയും വെള്ളിയിലൊക്കെ എത്രയോ താഴെ മർത്തബയിലുള്ള, സ്വർണവും വെള്ളിയും വിനിമയ മാധ്യമങ്ങളായിട്ട് ജനങ്ങൾക്കിടയിൽ സർവ്വസാധാരണമായിട്ട് അതിജയിക്കുന്ന വിധത്തിൽ പ്രയോഗത്തിലുള്ളപ്പോൾ തന്നെ താൽക്കാലികമായ വിനിമയങ്ങൾക്കും വിനിയോഗങ്ങൾക്കും അതുപോലെ തന്നെ മൂല്യമളവിനും വേണ്ടി സംവിധാനിക്കപ്പെട്ട കടലാസു പണങ്ങളായിരുന്നു. അത് സ്വർണവെള്ളിയുടെ കടരേഖകളാണോ സ്വതന്ത്രമായ പണങ്ങളാണോ എന്നുള്ളതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, പല തർക്കങ്ങളും പല ചർച്ചകളും 4 മദ്ഹബിന്റെ ഇമാമുമാരുടെ ഇടയിൽ, ഇമാമുമാർ എന്ന് പറഞ്ഞാൽ കറൻസികൾ രൂപപ്പെട്ടു വന്നതിന് ശേഷമുള്ള പണ്ഡിതന്മാർ. ഇമാമുമാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇബ്നുഅജർത്തങ്ങളെ പോലെ റംദീമാമിനെ പോലത്തെ ഇമാമുമാരാണെന്ന് കരുതണ്ട. അപ്പൊ അങ്ങനെയുള്ള മുതഅഖിരീങ്ങളായ പണ്ഡിതന്മാർ എന്ന് വേണമെങ്കിൽ പറയാം, അൽ ഉലമാഉൽ മുതഅഖിറൂന, പിൽക്കാല പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർ ഇതിൽ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് കാണുന്ന കറൻസി എന്ന് പറയുന്ന ആ കറൻസി അല്ല അവരുടെ കാലത്ത് ചർച്ചയിൽ വരുന്ന കറൻസി. ഇന്ന് കാണുന്ന കറൻസി എന്ന് പറയുന്നത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും പ്രതിസ്ഥാനത്ത് വാലിബായി നിൽക്കുന്ന കറൻസിയാണ്. എല്ലാ രംഗവും കൈയടക്കി വെച്ച കറൻസി. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരു 500-ന്റെയും 1000-ന്റെയും നോട്ട് മരവിപ്പിച്ചെങ്കിലും എന്നാലും അതിന് മൂല്യമുണ്ടല്ലോ. ബാങ്കിൽ പോയാൽ തത്തുല്യമായ പണം കിട്ടുന്നുണ്ട്, പെട്രോൾ പമ്പിൽ പോയാൽ എണ്ണ കിട്ടുന്നുണ്ട്, മെഡിക്കൽ ഷോപ്പിൽ പോയാൽ മരുന്ന് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫീസിൽ ആശുപത്രിയിൽ ചെന്നാൽ ചികിത്സ കിട്ടുന്നുണ്ട്, വിമാന ടിക്കറ്റ് കിട്ടുന്നുണ്ട്, റെയിൽവേ ടിക്കറ്റ് കിട്ടുന്നുണ്ട്. അത് തീരെ മൂല്യം നഷ്ടപ്പെട്ടു പോയി എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അതിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ മൂല്യം നഷ്ടപ്പെട്ടല്ലോ പിന്നെന്താ കാട്ടുക? സക്കാത്തിന്റെ എന്ന് പറയുന്ന ആൾക്കാർ മൂല്യം നഷ്ടപ്പെട്ടു പോയാൽ എന്താ കാട്ടുക എന്നാണ് എന്താണ് ഇതിനവർ ചെയ്യുക, അതിന്റെ പ്രതിവിധി എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് സ്വർണത്തിനും വെള്ളിക്കും അതിന്റെ നഖദിയത്ത് നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നാലോ അപ്പൊ എന്താ കാട്ടുക? അതേ മസലപടി പറയേണ്ടി വരും. ഇപ്പൊ സ്വർണവും വെള്ളിയും, സ്വർണം അത് തുരുമ്പിച്ചു വിചാരിക്കാം. ഒരു സ്വർണം തുരുമ്പിച്ചു കഴിഞ്ഞാൽ, തുരുമ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ സാധാരണഗതിയിൽ സ്വർണം തുരുമ്പിക്കൂല, മറ്റു ലോഹങ്ങളെ പോലെ സ്വർണം തുരുമ്പിക്കൂല. എങ്കിലും ചില ഇനങ്ങൾ തുരുമ്പിക്കും എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, നമ്മുടെ ഫിഖിന്റെ കിതാബുകളിൽ തന്നെ പിന്നെ മൗഹിബയിലും അതുപോലെ ഷെർവാനിയിലൊക്കെ കാണാം. ചില ഇനം സ്വർണങ്ങൾ തുരുമ്പിച്ചു പോകുന്നു. അങ്ങനെ തുരുമ്പിച്ചു പോയാൽ പിന്നെ അതിന് സക്കാത്തില്ല. തുരുമ്പിച്ചു പോകുന്ന സ്വർണത്തിന് സക്കാത്തില്ല എന്നാണ് മനസ്സിലായത്. അപ്പൊ എന്നതുപോലെ നോട്ടിന്റെ വില അതുണ്ടായ അത് സുൽത്താൻ അത് ബാത്തിലാക്കി കഴിഞ്ഞാൽ അതിന്റെ നഖദിയത്ത് എന്നുള്ള അവസ്ഥ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അതിന് സക്കാത്തും ഇല്ലാതെയായി. അത് വേറെ കാര്യം. അപ്പൊ അതൊരു ചോദ്യമല്ല.
ഇനിയിപ്പോ നിങ്ങൾ എന്താ കാട്ടുക, 500 റുപ്യ 1000 റുപ്യ അത് സക്കാത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ സമസ്തക്കാരെ നിങ്ങൾ കാട്ടുക? സമസ്തക്കാര് മാത്രമൊന്നല്ല, ലോകത്ത് ഉള്ള ഒരുപാട് പണ്ഡിതന്മാർ, ഗൾഫ് നാടുകളിലൊക്കെ പണ്ഡിതന്മാർ ഷാഫി മദ്ഹബിന്റെ വെളിച്ചത്തിൽ അത് സക്കാത്തുള്ള വസ്തുവാണ് എന്ന് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനതൊരു തെളിവായി പറയല്ല, ഇത് കേവലം കേരളത്തിലുള്ള ഒരു സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകത്തിൽ മാത്രമുള്ള പരാമർശമാണ് എന്ന് പറഞ്ഞിട്ട് ചെറുതാക്കണ്ട. ഇത് ലോകാടിസ്ഥാനത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പല പണ്ഡിതന്മാർക്കും ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു അഭിപ്രായ വ്യത്യാസത്തിന് വളരെയധികം സാധ്യതയും വളരെയധികം പഴുതുമുള്ള ഒരു മസല കൂടിയാണ് അത്. ഈ വിഷയം എന്ന് മാത്രമല്ല, എത്രയോ വിഷയത്തിൽ ആലിമീങ്ങൾക്കിടയിൽ ഇന്നും ഖിലാഫുകൾ, കർമ്മശാസ്ത്രപരമായ മസല, അടിസ്ഥാന വിഷയത്തിലല്ല, വിശ്വാസപരമായ കാര്യങ്ങളിലല്ല, മറിച്ച് കർമ്മശാസ്ത്രപരമായ ശാഖാപരമായ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് നിസ്കാരത്തിന്റെ ഒരുപാട് മസലകളിൽ, ഇപ്പൊ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ വിഷയം ഇപ്പൊ സാധാരണ നിൽക്കാൻ കഴിയും, പക്ഷേ സുജൂദ് ചെയ്യാൻ കഴിയില്ല, റുക്കൂ ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ ആൾക്കാർ ഇരുന്ന് കാണാൻ സുജൂദ് ചെയ്യാൻ പറ്റൂലേ? ആയാലും നിങ്ങൾക്കിടയിൽ തർക്കം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലർ പറ്റുമെന്ന് പറയുന്നുണ്ട്, ചിലർ പറ്റൂല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മൊബൈലുള്ള ഖുർആൻ, മൊബൈലിന്റെ ഡിസ്പ്ലേയിൽ പ്രദർശിതമായ ഖുർആൻ അത് തുടരണമെന്നുണ്ടെങ്കിൽ ഒതു വേണോ വേണ്ടേ? അതിനെപ്പറ്റി എഴുത്ത് എന്ന് പറയുമോ പറയില്ലേ? എന്താണത്? അത് ഒരു ഹബസു നൂർ, ഒരു പ്രകാശത്തിന്റെ ഏതോ ഒരു സംഗതിയെ തടഞ്ഞു വെക്കലാണോ, അതോ പ്രത്യേകം എഴുത്തിനെ സ്ഥാപിക്കലാണോ, ഇസ്ബാത്താണോ? ഉമാ കുത്തിബലി ദർസി ഖുർആൻ, ഖുർആൻ പാരായണത്തിന് വേണ്ടി എഴുതപ്പെട്ടത് അതിനെ ഒന്നില്ലാതെ തൊടൽ ഹറാമാണ് എന്ന് പറഞ്ഞു കൊടുത്ത് ഒമാ കുത്തിബ എന്ന് പറഞ്ഞാൽ ഒമാ ഉസ്ബിത്താണ് അതിന് വിശദീകരണം കൊടുക്കപ്പെട്ടിട്ടുള്ളത്. എഴുതപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഉറപ്പിക്കപ്പെട്ടത്, സ്ഥിരപ്പെടുത്തപ്പെട്ടത്. അതായത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പേന വെച്ചുകാണ്ട് മഷി കൊണ്ട് ഇങ്ങനെ എഴുതണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെ പ്രിന്റ് എടുക്കുന്ന കടലാസുകൾക്കൊന്നും എഴുത്തിന്ന് പറയില്ലാന്ന് വരും. അപ്പൊ അത് ആ ഗണത്തിലാണോ പെടുക, അതോ വെള്ളത്തിൽ എഴുതുന്നത് പോലുള്ള കറാറില്ലാത്ത, സബാത്തില്ലാത്ത, നിലനിൽപ്പില്ലാത്ത എഴുത്തിന്റെ ഗണത്തിലാണോ ഉൾപ്പെടുക? പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചകളുണ്ട്, തർക്കങ്ങളുണ്ട്. അപ്പൊ എന്നതുപോലെ ഇതും തർക്കം ഉണ്ടാവാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ആ തർക്കങ്ങൾ പരസ്പര ബഹുമാനത്തോടുകൂടി പണ്ഡിതന്മാരുടെ ഇടയിലുള്ള വൈജ്ഞാനികമായ തർക്കങ്ങൾ, അത് പരമാവധി തീരുമാനത്തിലേക്ക് എത്താൻ ശ്രമിക്കുക. അല്ലാതെ എത്തുന്നില്ല എങ്കിൽ അതിലെത്രയോ പണ്ഡിതന്മാർ സക്കാത്തുണ്ടെന്ന് പറയുന്നു, അതനുസരിച്ച് അമല് ചെയ്യുന്ന ആളുകൾ അങ്ങനെ അമല് ചെയ്തോട്ടെ. പക്ഷെ അവരെ സംബന്ധിച്ച് തോന്നിവാസികൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ നടത്തുന്നത് വളരെ മോശമാണ്. തോന്നിവാസികൾ എന്തെല്ലാം പ്രയോഗങ്ങളാണ് നമ്മുടെ നജീബ് മൗലവി അദ്ദേഹത്തിന്റെ സക്കാത്ത് പദ്ധതി എന്നുള്ള പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും തന്നെ, അങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമ്മൾ നടത്തേണ്ടതില്ല, അത് ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാം. ഇപ്പൊ കുഞ്ഞാടുകൾ, സമസ്തകൾ ജമിയത്തുലമയെ പറ്റി, അതിന്റെ പണ്ഡിതന്മാരെ പറ്റി പറയണം. ഈ കാലയളവിലെ ഉലമാക്കൾ, ഈ കാലയളവ് എന്ന് പറഞ്ഞാൽ 1950കളിലുള്ള കാലയളവിനെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ആ കാലയളവിലുള്ള ഉലമാക്കൾക്കൊന്നും ഇപ്പോഴത്തെ കുഞ്ഞാടുകൾക്ക് മനസ്സിലായത് തിരിയാത്തതായിരുന്നോ കാരണം എന്ന് ചോദിക്കും. ആ രൂപത്തിലൊന്നും നമ്മൾ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാറുള്ളത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്തട്ടെ. സദഖത്തുള്ള മൗലവി സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമായുടെ, അല്ലെങ്കിൽ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ സ്ഥാപകനും അതിന്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന മഹാനായ മൗലാന സദഖത്തുള്ള മൗലവി, ബഹുമാനപ്പെട്ടവർ, അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോകം ഉന്നതമായ ദർജ കൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുക്കട്ടെ. നമ്മളൊക്കെ ഉസ്താദുമാരുടെ പരമ്പരയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട കന്യാണ് ബഹുമാനപ്പെട്ടവർ. അപ്പോ ബഹുമാനപ്പെട്ടവർ ഈ വിഷയത്തിൽ കൊടുത്ത ചില ഫത്വകൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചുതരാം. അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ ഫത്താവയുടെ 58ാമത്തെ പേജിൽ ഒരു ഫത്വ കൊടുത്തിട്ടുണ്ട്. അതിലെന്താണ് പറയുന്നത്? സമ്പൂർണ്ണ ഫത്താവയുടെ 58ാമത്തെ പേജിൽ കമ്പനി തൊഴിലാളികൾക്ക് കിട്ടാനുള്ള ബോണസിന് സക്കാത്ത് വേണ്ടതുണ്ടോ? ഉത്തരം: ബോണസ് കയ്യിൽ കിട്ടിയതിന് ശേഷമേ അവന്റെ ഉടമയിൽ വരികയും സക്കാത്ത് നിർബന്ധമാകുന്ന സംഖ്യ ബോണസ് കിട്ടുകയും അത് 1 വർഷം അവൻ കൈവശം വെച്ചിരിക്കുകയും ആണെങ്കിൽ സക്കാത്ത് നിർബന്ധമാകുന്നതാണ്. ഇത് ഏതായി സംഖ്യ? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ 1969 എന്റെ ഓർമ്മ. അദ്ദേഹം ഈ നുസ്രത്തുൽ അനാം പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയത് എന്നാണ് എന്റെ ഓർമ്മ. കൃത്യം ഡേറ്റ് ചിലപ്പോൾ മാറ്റണ്ടാവാം. ഏതായാലും എന്റെ ഓർമ്മ വെച്ചുകൊണ്ട് പറയട്ടെ, 1969 മുതൽക്കാണ് നുസ്രത്തുൽ അനാം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മാസിക
ബഹുമാനപ്പെട്ടവർ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയത്. അതിൽ അദ്ദേഹം ഇടതടവില്ലാതെ എല്ലാ ലക്കങ്ങളിലും അദ്ദേഹം 1969 മുതൽ 1985 മെയ് മാസം വരെ അദ്ദേഹം ഇടതടവില്ലാതെ അദ്ദേഹം എല്ലാ ലക്കങ്ങളിലും എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ എന്തെങ്കിലും ഇടതടവ് വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ചോദ്യോത്തരം കൈകാര്യം ചെയ്തു. കർമ്മശാസ്ത്രപരമായതും സാമൂഹികമായതും സാമ്പത്തികമായതും ഇസ്ലാമികമായതും ഈമാനികമായതുമായ നിരവധി വിഷയങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്ത കൂട്ടത്തിൽ വന്നൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ബോണസ് അതിന് സക്കാത്ത് കയ്യിൽ വലിയ ഉടമയായി ഒരു കൊല്ലം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഇത് സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്ന വെള്ളിപ്പണത്തെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറയാൻ പറ്റുമോ? ഇത് ഉദ്യോഗസ്ഥന്മാർക്ക് ആധുനിക കറൻസികളെ സംബന്ധിച്ച് വന്ന ചോദ്യമല്ലേ? ചോദ്യം ആധുനിക കറൻസികളെ സംബന്ധിച്ച്, ഉത്തരം പൗരാണിക കറൻസിയെ പറ്റി എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു മുക്തി ചെയ്യുമോ? ചോദ്യം വന്നത് ആധുനിക കറൻസിയെ പറ്റിയാണ്, പക്ഷേ ഉത്തരം കൊടുത്തത് പൗരാണിക കറൻസിയെ പറ്റിയാണ്. ഇതാണിപ്പോ സംസ്ഥാനക്കാർ പറയുന്ന മറുപടി. ഷൗക്കത്തുൽ ഉസ്താദിന്റെ ശിഷ്യന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പൊ വാട്സാപ്പിലൊക്കെ ഒരു മറുപടി തന്നത്. അങ്ങനെ പറയാൻ പറ്റുക? അതുപോലെ തന്നെ ഇതിന്റെ 138 പേജിൽ മറ്റൊരു ഫത്വയുണ്ട്. എന്താണ് ആ ഫത്വയിൽ പറയുന്നത്? ഒരു വർഷം എത്ര ഇന്ത്യൻ രൂപ കൈവശം വെച്ചിരുന്നാലാണ് സക്കാത്ത് നിർബന്ധമാവുന്നത്. അതിപ്പോ ഒരു വ്യക്തിയുടെ ശമ്പളത്തെ പറ്റി ചോദിച്ചതല്ല. ഒരു വ്യക്തി തനിക്ക് കിട്ടുന്ന പണത്തിന്റെ സക്കാത്ത് എങ്ങനെ കൊടുക്കണം എന്നതിനെ സംബന്ധിച്ച് ചോദിച്ചത്. ഇന്ത്യൻ രൂപ എന്ന് പറയുന്ന അതൊരു മുഹമ്മലയായ വസ്തുവാണ്. അത് പൗരാണികവുമാവാം ആധുനികവുമാവാം, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളതുമാവാം ശേഷമുള്ളതുമാവാം. അപ്പൊ രണ്ടുക്കും യോജിപ്പിക്കാവുന്ന രൂപത്തിൽ അല്ലെങ്കിൽ രണ്ടാലൊന്നിലേക്ക് ചുമത്തപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ മറുപടി കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആ ചോദ്യത്തിന് ബഹുമാനപ്പെട്ടവർ കൊടുത്ത മറുപടി എന്താണ്? ഉത്തരം: വിക്ടോറിയ രാജ്ഞിയുടെയും എഡ്വേർഡിന്റെയും ഇന്ത്യൻ രൂപ 51.25 രൂപയും ശേഷമുള്ള ചക്രവർത്തിമാർ നടപ്പാക്കിയ ഇന്ത്യൻ രൂപയിൽ അല്പം ചെമ്പ് ചേർത്തതുകൊണ്ട് 52 രൂപയുമാണ് സക്കാത്തിന്റെ നിസാബ്. ഈ രൂപയെ സംബന്ധിച്ചാണ് ഇമാം കുർദി 52 രൂപ വേണമെന്ന് പ്രസ്താവിച്ചത്. ഇന്ത്യ സ്വാതന്ത്ര്യമായതിന്റെ ശേഷമുള്ള ഇന്ത്യൻ രൂപയെ സംബന്ധിച്ച് സൂക്ഷ്മവിവരം കിട്ടിയിട്ടില്ല. അതിന്റെ സൂക്ഷ്മവിവരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങോട്ട് വെള്ളിയൂർക്കും സ്വർണ്ണൂർക്കൊന്നുമില്ല, കടലാസ് പണമാണുള്ളത്. അതന്നെ കൽപ്പിത പണമാണ്. ആ കൽപ്പിത പണത്തിന് അതൊരു കടരേഖയൊന്നുമല്ല, അല്ലെങ്കിൽ പ്രാതിനിധ്യ സ്വഭാവമില്ല. അടിസ്ഥാന പണത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള രേഖയല്ലത്. കേവലം ശാസനയുടെയും ജനങ്ങൾ ശിരസാ വഹിക്കുന്നതിന്റെയും ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിൽ വരുന്നതായ കടലാസു പണമാണ്, കറൻസികളാണ് എന്നുള്ളത്. അപ്പോ അദ്ദേഹം കൊടുത്തത് വെള്ളിയൂർക്കേനെ പറ്റിയാണ്. പക്ഷേ ഈ ആദ്യത്തെ ഉത്തരത്തിൽ വെള്ളിയൂർക്കേനെ പറ്റിയാണ് മറുപടി കൊടുത്തത് എന്ന് പറയാൻ നിർവാഹമല്ല. കാരണം അങ്ങനെ ഈ ചോദ്യം വേറൊന്നിനെ പറ്റി ഉത്തരം മറ്റൊന്നെന്നുള്ളൊരു ഒരു അപകടം അതിൽ വരാനുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ 186 പേജിൽ ബഹുമാനപ്പെട്ടവർ വേറൊരു ഫത്വ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഒരാളിൽ നിന്ന് 5000 രൂപ കിട്ടാനുണ്ട്. അയാളോട് ചോദിക്കുമ്പോൾ തരാമെന്ന് പറയുന്നുമുണ്ട്. കിട്ടുമെന്ന വിശ്വാസത്തിൽ കഴിഞ്ഞ കൊല്ലം അതിന്റെ സക്കാത്ത് കൊടുത്തു. ഇപ്പോഴും തരാമെന്ന് പറയുന്നതല്ലാതെ സംഖ്യ കയ്യിൽ കിട്ടിയിട്ടില്ല. ഈ കൊല്ലവും അതിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര വർഷം വരെ കിട്ടുമെന്ന വിശ്വാസത്തിൽ സക്കാത്ത് കൊടുക്കണം? ആ 5000 രൂപയിൽ 2% പ്രകാരം സക്കാത്ത് കൊടുത്തു, അഥവാ 125 രൂപ കൊടുത്തു എന്നാണ് പറയുന്നത്. ആ 5000 രൂപയിൽ ലാഭമില്ലാത്തതിനാൽ ഈ കൊല്ലം 4875 രൂപക്ക് സക്കാത്ത് കൊടുത്താൽ മതിയാകുമോ? ഉത്തരം: ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് സംഖ്യ തരാനുള്ള ആൾ സ്വീപ്പാക്കുകയാണ്. സംഖ്യ എന്ന് പറഞ്ഞാൽ അവിടെ കറൻസിയെ സംബന്ധിച്ചാണ്. ഇവിടെ അല്ലാതെ വെള്ളിയൂർക്കേനെ പറ്റിയല്ല ചോദ്യം വന്നിട്ടുള്ളത്. 5000 1970 ശേഷം വരുന്ന ചോദ്യമല്ലേ. അപ്പൊ 5000 സാധാരണ ഇന്ത്യൻ രൂപനെ പറ്റിയാണ് ചോദ്യം, അല്ലാതെ വെള്ളിയൂർക്കേനെ പറ്റിയല്ല, സ്വർണ്ണ പൈസനെ പറ്റിയല്ല. അപ്പൊ അദ്ദേഹം സംഖ്യ എന്ന് പറഞ്ഞാൽ ചോദ്യത്തിൽ പറഞ്ഞ സംഖ്യയാണ്. ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് സംഖ്യ തരാനുള്ള ആൾ സ്വീപ്പാക്കുകയാണെന്നാണ്. അങ്ങനെയാകുമ്പോൾ കിട്ടാനുള്ള സംഖ്യ കിട്ടിയതിന് ശേഷം സക്കാത്ത് കൊടുത്താൽ മതി. 335 കിട്ടാനുള്ള സംഖ്യക്ക് കയ്യിൽ നിന്നെടുത്ത് സക്കാത്ത് കൊടുക്കുന്നതായാൽ കിട്ടാനുള്ള സംഖ്യക്ക് മുഴുവനും എല്ലാ വർഷവും സക്കാത്ത് കൊടുക്കേണ്ടതാണ്. സംഖ്യ കിട്ടാനുള്ളതാണല്ലോ. അപ്പൊ 5000 രൂപയ്ക്ക് മുഴുവനായിട്ട് അതിന് 2% 125 രൂപ വീതം എല്ലാ കൊല്ലം കൊടുക്കേണ്ടതാണ്. കിട്ടാനുള്ള സംഖ്യ ആയതുകൊണ്ട് മുൻകൂട്ടി സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ, അല്ല സ്വീപ്പാക്കുന്ന ആള് എന്നാണോ കിട്ടുന്നത് അന്ന് മൊത്തത്തിൽ കൊടുത്താൽ മതി. ഇനി ഓരോ വർഷം കൊടുക്കുകയാണെങ്കിൽ എല്ലാ വർഷവും 5000 രൂപ തന്നെ കൊടുക്കണം. ഇത് അദ്ദേഹം പറയുന്നത് ഏത് കറൻസിയെ സംബന്ധിച്ചാണ്? കടരേഖയായ പൗരാണിക കറൻസിയെ സംബന്ധിച്ചാണോ? അതോ ശാസനാപണമാകുന്ന കൽപ്പിത പണമാകുന്ന ആധുനിക കറൻസിയെ സംബന്ധിച്ചാണോ? 1970 ശേഷമുള്ള കറൻസിയുടെ ഇന്ത്യൻ കറൻസിയുടെ സ്വഭാവം എന്താണ്?
അപ്പൊ ആ സ്വഭാവത്തിൽ അധിഷ്ഠിതമായ കറൻസിക്ക് നൽകുന്ന മറുപടിയിൽ അദ്ദേഹം പറഞ്ഞെന്താ സക്കാത്ത് കൊടുക്കണമെന്ന്. ഞാൻ ഒരു ലളിതമായ ചോദ്യം എന്റെ സംസ്ഥാന സുഹൃത്തുക്കളോട് ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്താണ്? നജീബ് മൗലവി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ രൂക്ഷമായി പറഞ്ഞതുപോലെ അദ്ദേഹം കുഞ്ഞാടുകൾ എന്ന് പറഞ്ഞല്ലോ, അല്ലേ? അതുപോലെ തന്നെ തോന്നിയാസം പറയാണെന്നൊക്കെ പറഞ്ഞല്ലോ. ഈ രൂപത്തിൽ അദ്ദേഹത്തിന്റെ ഷെയ്ഖായ, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മുറബ്ബിയായ ഷെയ്ഖ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതത്രയും അദ്ദേഹവുമായിട്ട് സ്വർഗത്തുൽ ഉസ്താദുമായിട്ട് മറ്റുള്ള ശിഷ്യന്മാർക്ക് ഇല്ലാത്ത ബന്ധം, വൈജ്ഞാനികമായ തലത്തിലും അല്ലാത്ത തലത്തിലും ബന്ധമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെയുള്ള സ്വന്തം ഉസ്താദിനെ പറ്റി കുഞ്ഞാട് എന്ന് അദ്ദേഹം പ്രയോഗിക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രയോഗങ്ങളും സന്ദർഭം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പരിഹാസങ്ങളും അതുപോലെ തന്നെ കുളങ്കരയ്ക്ക് മീൻ പിടിക്കുന്ന സ്വഭാവവും സംസ്ഥാന സുഹൃത്തുക്കൾ നിർത്തിവെക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെട്ട് ഞാൻ എന്റെ കൊച്ചുവാക്കുകൾ ഉപസംഹരിക്കുന്നു. 1 മണിക്കൂർ സമയമായി. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. കേട്ടുനിന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരെങ്കിലും ചോദ്യക്കാരുണ്ടെങ്കിൽ മൈക്കിലേക്ക് വന്ന് ചോദ്യം ചോദിക്കാവുന്നതാണ്. മൈക്ക് ഫ്രീ ആക്കിയിടണ്ട. എന്തായാലും നല്ലൊരു ക്ലാസ് അൽഹംദുലില്ലാഹ്. എം.പി. ഉസ്താദിന് ക്ലാസ് റൂമിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ആരെങ്കിലും മൈക്ക് ചോദിക്കാറുണ്ടോ? ചോദിക്കാറുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരിക. ഉസ്താദിന് പോകാൻ ധൃതിയിട്ടുണ്ടാവും. ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇല്ലേ? ഇല്ലെങ്കിൽ ആരെങ്കിലും റെക്കോർഡായിട്ട് പോവാൻ നല്ലത്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാഹ് നല്ലൊരു ക്ലാസ് ബഹുമാനപ്പെട്ട എം.പി. ഉസ്താദ് എടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് ആളുകൾ പല ഐഡികളിലും മറ്റു നേരത്തെ സൂചിപ്പിച്ച സംസ്ഥാനക്കാരും അതുപോലെ മറ്റുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വന്നിട്ട് സംശയം തീർക്കാനുള്ള അവസരമാണ്. ഏതായാലും ബഹുമാനപ്പെട്ട CM അലി ഉസ്താദ് ആനമങ്ങാട് കൈപ്പൊക്കിയിട്ടുണ്ട്. അതുപോലെ മൊയ്തീൻ അസീൽ ഉസ്താദൊക്കെ ചോദ്യം ചോദിക്കാൻ വന്നിട്ടുണ്ട്. എല്ലാവരും വന്ന് നമുക്കുള്ള സംശയങ്ങൾ, ഇനി മറ്റുള്ളവർക്കുണ്ടെങ്കിലും അത് അത്യാവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിലും മൊയ്തീൻ അസീൽ ഉസ്താദിന്റെ ഐഡിയൊക്കെ PM അടിച്ചെടുത്താൽ ചോദിച്ചോളും. മൈക്കില്ലാത്തവർ അപ്പം അത് ഉപയോഗപ്പെടുത്തണം എന്ന് പ്രത്യേകം അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കല്ലാഹു ഖൈർ യാ ഉസ്താദ്. സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, ഹലോ, സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ. എം.പി. ഉസ്താദിന് ദീർഘായുസ്സും ഹെൽമറ്റ് ബർക്കത്തും ചെയ്യുന്നതാവട്ടെ. പിന്നെ എനിക്ക് ചോദിക്കുവാനുള്ളത് റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. അതായത് ഈ റിയൽ എസ്റ്റേറ്റ് കുറെ സ്ഥലം വാങ്ങിയിട്ടാൽ അത് കച്ചവടത്തിന്റെ സക്കാത്തിൽ പെടുമോ? പിന്നെ അതല്ല പണത്തിന്റെ സക്കാത്തിലാണ് പെടുക. അത് സ്ഥലം വാങ്ങിയിട്ടു, പക്ഷെ അതുകൊണ്ട് കാര്യങ്ങളൊന്നുമില്ല. അത് വന്നു കഴിഞ്ഞാൽ വിൽക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ വാങ്ങിയിട്ട് പക്ഷെ വിറ്റ് പോകുന്നില്ല. അപ്പൊ അതിന്റെ സക്കാത്ത് ഏത് രൂപേണ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയൊക്കെ ടൈം ഒന്ന് ശരിയാക്കി തെറ്റില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ഈ CM അലി പിന്നെ ആനമങ്ങാട് എന്ന് പറഞ്ഞ ഈ സഹോദരന്റെ പിന്നെ ചോദ്യം എന്താണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളത് കേൾക്കുന്നില്ല. പിന്നെ എന്താണ് നിങ്ങളാരെങ്കിലും കേൾക്കുന്നുണ്ടോ? എനിക്ക് എന്റെ ഈ പിന്നെ എന്താ പറയാ ഈ ടാബ്ലറ്റ്സ് ഈ ലാപ്ടോപ്പ് സിസ്റ്റം സൗണ്ട് തീരെ വരുന്നില്ല. പിന്നെ ഇയർഫോൺ കുത്തി നോക്കുമ്പോൾ അത് കൂക്കുകയാണ്, മൈക്കല്ല എന്ന് പറയുന്നത്. അപ്പൊ CM അലി ആനമങ്ങാടിന്റെ സംസാരം എന്താണെന്നത് കേൾക്കുന്നില്ല. അപ്പൊ നേരത്തെ നമ്മുടെ പിന്നെ അമീർ ഇരിങ്ങല്ലൂർ സാഹിബിന്റെ സംസാരം കേട്ടു. മുഹിയുദ്ദീൻ അൽ എന്ന് പറയുന്ന ആരാണ്? നമ്മൾ അസേരിയാണോ? അദ്ദേഹം കൈപ്പൊന്നിച്ചിട്ടുണ്ട്. ഏതായാലും അലി ആനമങ്ങാടിന്റെ സൗണ്ട് കേൾക്കാത്തത് കൊണ്ട് പിന്നെ എനിക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല. ഈ മുഹിയുദ്ദീൻ അസേരി ആണോ എന്തറിയില്ല. അദ്ദേഹത്തിന്റെ പിന്നെ കൈപ്പൊന്നിച്ചില്ല. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി മൈക്ക ഒഴിവാക്കി കൊടുക്കും. എനിക്ക് അറിയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയെങ്കിൽ മാത്രമേ മറുപടി പറയുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ അറിയില്ല എന്ന് പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റാഹത്തല്ലേ? പിന്നെ ഇപ്പോ കറൻസിക്ക് സക്കാത്തുണ്ട് എന്ന് പറഞ്ഞെടുത്ത് ഈ കറൻസിയുടെ മഫ്ഹൂമിന്റെ മേൽ ഖിയാസാക്കിയിട്ടാണോ അതല്ല അതിന്റെ നേരെ മഫ്ഹൂമിന്റെ മേലിലായിട്ടാണോ ഇതിനെ ഇപ്പൊ സക്കാത്തിനെ കണക്കൂട്ടുക? എങ്ങനെ ഇപ്പോ പറയാ എന്ന് വിശദീകരിച്ചാലോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഹലോ, കേൾക്കുന്നുണ്ടല്ലേ? ഇപ്പോ നമ്മുടെ മുഹിയുദ്ദീൻ അസേരി അദ്ദേഹത്തിന്റെ ചോദ്യം ഞാൻ കേൾക്കുന്നില്ല. അമീർ സാഹിബ് അദ്ദേഹത്തിന്റെ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് കുറച്ച് ഉറക്കണമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ സൗണ്ട് ഞാൻ കേട്ടിട്ടില്ല. എന്റെ സിസ്റ്റത്തിന്റെ തകരാറാണ്. അപ്പൊ അമീർ സാഹിബ് അതൊന്ന് റിപ്പീറ്റ് ചെയ്യും. അദ്ദേഹത്തിന്റെ ചോദ്യം നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കേൾക്കാമെന്നാണ് തോന്നുന്നത്. സാഹിബ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ എസ് അടിക്കും. മറ്റുള്ള ആളുകൾക്ക് കേൾക്കുന്നുണ്ട്. സാഹിന്റെ സിസ്റ്റത്തിന്റെ തകരാറായിരിക്കും. സാഹിന് കേൾക്കുന്നുണ്ടോ? എന്നാ മറ്റുള്ള ആരെങ്കിലും ഒന്ന് പറഞ്ഞേക്ക്. നഖദൈനി എന്ന വാക്കിന്റെ മേൽ ഖിയാസാക്കിയതാണോ അതല്ല അതിന്റെ മഫ്ഹൂമിന്റെ മേൽ ബാക്കിയുള്ള ആളുകൾ കേൾക്കുന്നില്ലേ? സാഹിൻ കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാണ്. എനിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. അതിനുള്ള കാരണം എന്താ വെച്ചാൽ എന്റെ ഈ സിസ്റ്റത്തില് കാര്യമായ തകരാറുണ്ട്. സൗണ്ടിന് ഇതിന് പുറത്തേക്ക് വരുന്നില്ല. അതേ സമയത്ത് വേറെ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തില് നെറ്റ് സെറ്റർ ഉപയോഗിച്ച് കണ്ട് ആ സിസ്റ്റത്തിൽ സൗണ്ടൊക്കെ ഉണ്ടാവും വിചാരിച്ചത്. അപ്പൊ നോക്കുമ്പോൾ നമ്മുടെ മൊബൈലിന്റെ നെറ്റ് അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ തൽക്കാലം മറ്റൊരു സിസ്റ്റത്തിലാണ് ഇപ്പൊ സംസാരിച്ചിരുന്നത്. അതിനാണെങ്കിലോ ശബ്ദം കേൾക്കുന്നില്ല. അപ്പോ പിന്നെ എനിക്കെന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ ചോദ്യം എനിക്ക് കേൾക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. വലിയൊരു പ്രശ്നമുണ്ട്. വേറെന്തെങ്കിലും മാർഗമുണ്ടോ? അത് ടൈപ്പ് ചെയ്ത് തന്നാൽ ഉഷാറായി. ആരെങ്കിലും ഒരാൾ ആ ചോദ്യം ടൈപ്പ് ചെയ്ത് തന്നാല് പിന്നെ റേഡിയോ ഓണാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതൊന്ന് ചെയ്തോ ഇൻഷാ
അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ആരെയും മൈക്കെടുക്കി ജനവിവരത്തില്ലേ നിങ്ങളെ മൈക്കെടുത്ത് ചോദിക്കുക, അപ്പൊ എല്ലാ റേഡിയോയിൽ കേൾക്കുള്ളൂ. ഉസ്താദ് ഇപ്പൊ ക്ലാസ്സിൽ നിന്ന് വിട്ടിട്ട് റേഡിയോ കേൾക്കണ്ടാവും. നിങ്ങൾ മൈക്കെടുത്ത് ചോദിക്കുക, അപ്പൊ ഏതാ റേഡിയോയിലൂടെ ഉസ്താദ് കേൾക്കണം. അസ്സലാമു അലൈക്കും. ഞാനിപ്പോ റേഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോ ലാസ്റ്റ് സംസാരമാണ് ഇപ്പൊ ഇതിൽ വന്നത്. അപ്പോ മീദുൽ അസറിന്റെ ആ ചോദ്യം പിന്നെ ടൈം കഴിഞ്ഞു പോയി. അപ്പൊ ഞാൻ അദ്ദേഹം ഒന്നുകൂടി ചോദ്യം ആവർത്തിച്ച് എനിക്ക് കേൾക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. നമുക്ക് അറിയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയെങ്കിൽ മാത്രമേ മറുപടി അറിയുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ അറിയില്ല എന്ന് പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റായത്തല്ലേ. പിന്നെ ഇപ്പോ കറൻസിക്ക് സക്കാത്തുണ്ട് എന്ന് പറഞ്ഞെടുത്ത് ഈ കറൻസിയുടെ മഫ്ഹൂമിന്റെ മേൽ ഖിയാസാക്കിയിട്ടാണോ അതല്ല അതിന്റെ ആ നേരെ മഫ്ഹൂമിന്റെ മേലിലായിട്ടാണോ ഇതിനെ സക്കാത്തിനെ കണക്കൂട്ട് എങ്ങനെ ഇപ്പോ പറയാ വിശദീകരിച്ചാലോ? പിന്നെ എംതിസായി കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. വന്നിട്ടില്ലേ? എനിക്ക് എൻ്റെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണ് ചോദ്യം എന്നുള്ളത്. അതായത് ഈ ആധുനിക കറൻസികൾക്ക്, ഏറ്റവും പുതിയതായ കറൻസികൾക്ക് പിന്നെ സക്കാത്തുണ്ടെന്ന് പറയുന്നത് നഖ്ദൈനിയോട് നഖ്ദൈനി അല്ലാത്തതിനെ ഖിയാസാക്കുകയാണോ അതോ നഖ്ദൈനിയിൽ പെട്ടതാക്കി നഖ്ദൈനിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണോ എന്നാണ് ചോദ്യം. രണ്ടാമത്തതാണ് എന്നാണ് മറുപടി. കാരണം ഈ അസ്നാഫിന്റെ അഥവാ സക്കാത്ത് നിർബന്ധമാകുന്ന വസ്തുക്കളുടെ സിംപിൽ പെടാത്ത ഒമ്പതാമത്തെ ഒരു ഇനത്തെ ഈ 8 ഇനത്തിനോട് ഖിയാസാക്കപ്പെടുകയില്ല, മറിച്ച് ഒമ്പതാമത്തെ ഒരു ഇനത്തെ ഖിയാസാക്കപ്പെടുകയില്ല. ഇത് നഖ്ദൈനിയിൽ പെട്ടതാണ്. നഖ്ദിയ്യത്ത് എന്ന ഇല്ലത്ത് നഖ്ദൈനിയിൽ പെട്ടു പറയും. നഖ്ദൈനി എന്ന് പറഞ്ഞാൽ 2 നഖ്ദുകൾ എന്നാണ്. 2 നഖ്ദൈനി പിന്നെ മൂന്നാമത്തെ ഒന്ന് പെട്ടാൽ അതിനൊരു 3 ആവില്ലേ? അപ്പോൾ ഇത് നുഖൂദായി മാറും. അതേസമയത്ത് നഖ്ദിയ്യത്ത് എന്നതിൽ ഉൾപ്പെട്ടു. അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഖിയാമിഹി മഖാമ പിന്നെ മഖാമ നഖ്ദൈനിന്റെ സ്ഥാനത്ത് വന്നു കയറാൻ നഖ്ദ് തന്നെയാണ്. നഖ്ദിയ്യത്ത് എന്ന ഇല്ലത്ത് ആ ഒരു പദവി അതിന് ലഭിച്ചു എന്ന നിലക്കാണ്. അല്ലാതെ നഖ്ദ് അല്ലാത്ത ഒന്നിനെ എന്താക്കിയതല്ല, ഖിയാസാക്കിയതല്ല. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ആ ചോദിച്ചിട്ടുള്ള മറുപടി. CM അലി ആരമങ്ങാട് ചോദിച്ചത് റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചാണ് എന്ന് പറയുന്നുണ്ട്. അത് ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഇപ്പൊ ഇവിടെ കറൻസി സക്കാത്തിനെ സംബന്ധിച്ച് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. പിന്നെ ഈ വിഷയത്തില് നമ്മുടെ മൗഹിബത്തു ദിൽ ഫദ്ൽ എന്നുള്ള ഇമാം തിർമസിയുടെ കിതാബുണ്ടല്ലോ, അഥവാ ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു തആല അൻഹുവിന്റെ പിന്നെ ഷർഹ് ബാഖിന്റെ ഷർഹായ ഈ നാസിർ കുഴിമണ്ണ എന്തോന്ന് ചോദിക്കുന്നു. നിങ്ങളുടെ ചോദ്യം ഒന്നും അതിൽ റിപ്പീറ്റ് ചെയ്തു, ഞാനത് ഡിലീറ്റ് ആക്കി. ഒന്നായിട്ട് മെസ്സേജുകൾ വന്നപ്പോ ഡിലീറ്റ് ആക്കിയതാണ്. പിന്നെ എന്താ പറഞ്ഞത്, ഈ ഷർഹ് ബാഖിന്റെ വ്യാഖ്യാനമായ മൗഹിബത്തു ദിൽ ഫദ്ലിൽ ഇമാം തിർമസി, അദ്ദേഹം ഒരു പിൽക്കാല പണ്ഡിതനാണ്.
അദ്ദേഹം പറയുന്ന ഒരു കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അന്നുണ്ടായിരുന്ന കറൻസികള് കടത്തിന്റെ രേഖയാണോ അതോ ഫുലൂസിന്റെ സ്ഥാനത്തുള്ള കച്ചവടച്ചരക്കാണോ? കച്ചവടച്ചരക്കാണെങ്കിൽ കച്ചവടച്ചരക്ക് എന്ന നിലക്ക് സക്കാത്ത് നിർബന്ധമാകും. അല്ല, സ്വർണ്ണ വെള്ളി ഇവയ്ക്കുള്ള ഒരു കടത്തിന്റെ പ്രാതിനിധ്യ സ്വഭാവമുള്ള പ്രാതിനിധ്യ പണമാണോ, അല്ലെങ്കിൽ സനദാത്തുൽ ദഹബി വൽ ഫിദ്ദ സ്വർണ്ണവെള്ളിയുടെ രേഖയാണോ എന്നുള്ള ചർച്ചയില് അദ്ദേഹം പറയുന്നത് സ്വർണ്ണവെള്ളിയുടെ രേഖയാണ് എന്ന നിലക്ക് കൊല്ലം കൂടുമ്പോ സക്കാത്ത് കൊടുക്കണം. പറഞ്ഞാല് അത് പിന്നെ സ്വർണം അല്ലെങ്കിൽ വെള്ളിയായിട്ട് സക്കാത്ത് കൊടുക്കണം. നോട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. സ്വർണത്തിന്റെ രേഖയാണെങ്കിൽ സ്വർണം സക്കാത്ത് കൊടുക്കണം, വെള്ളിയുടെ രേഖയാണെങ്കിൽ വെള്ളി തന്നെ സക്കാത്തായിട്ട് കൊടുക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ്? ഇവിടെ ഇപ്പോ നമ്മളിപ്പോ നോട്ട് കൊടുത്തിട്ടൊരു സാധനം വാങ്ങാം. നോട്ട് കൊടുത്തിട്ടൊരു സാധനം വാങ്ങുമ്പോ ഈ നോട്ടിന് പകരം, അല്ലെങ്കിൽ 1000 റുപ്യ എന്ന ഈ നോട്ടിന് പകരം, എന്റെ കീശയിലുള്ള ഈ നോട്ടിന് പകരം ഞാൻ നിങ്ങളുടെ അടുക്കൽ നിന്നൊരു ഫാന് വാങ്ങിയെന്നാ പറയുന്നത്. അപ്പോ ഇവിടെ ഇപ്പോ ഈ നോട്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ള സ്വർണത്തിന്റെ ഒരു പ്രാതിനിധ്യ കടരേഖയാണെന്നൊന്നും ഇപ്പൊ അവിടെ വ്യക്തമായി പറയുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാണത് ആ നിലയ്ക്ക് അതിന് സക്കാത്തുണ്ട് എന്ന് ചർച്ച ചെയ്യുക എന്ന ചോദ്യത്തിന് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, അതങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും ഇസ്തിലാഹ്, ഈ കറൻസികളെ നിശ്ചയിച്ച ആളുകളുടെ ഇസ്തിലാഹ് അങ്ങനെയായതുകൊണ്ടും ജനങ്ങൾക്കിടയിൽ അത് അനിഷേധ്യമായ വിധത്തിൽ അത് പ്രചരിതമായതുകൊണ്ടും അത് യുനസ്സലു മൻസിലത്തെ തസ്രീഹി എന്ന് പറയുന്നുണ്ട്. ഇത് എനിക്ക് കിട്ടാനുള്ള കടത്തിന് പകരമാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ നിന്ന് ഫാൻ വാങ്ങിയത്. എനിക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടാൻ 1000 റുപ്യാന്റെ മൂല്യമുള്ള സ്വർണം കിട്ടാനുണ്ട്. ആ കിട്ടാനുള്ള പണത്തിന് പകരമാണ് ഞാൻ നിങ്ങളിൽ നിന്നൊരു ഫാൻ വാങ്ങുന്നത് എന്ന് പറയുന്നതിന് തുല്യമാണ്. അതിന്റെ സ്ഥാനത്ത് ഇത് നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ അതിന്റെ സ്ഥാനത്ത് ഇതിനെ ഇറക്കപ്പെടുന്നതാണ് എന്ന് പറയുന്നു. അപ്പൊ എന്നതുപോലെ ഉള്ളൊരു പ്രയോഗമാണ് നഖദീയത്തിന്റെ വിഷയത്തില്. എന്താണ്? സ്വർണം വെള്ളി എന്നുള്ള നോക്കുമ്പോ കറൻസിയെ അതിനോട് ഖിയാസാക്കണം. ഖിയാസ് എന്ന് പറയുമ്പോൾ മുജ്തഹിദീങ്ങളുടെ ഖിയാസല്ല, സ്വയം ഇല്ലത്ത് കണ്ടുപിടിച്ച് കണ്ട് ഖിയാസാക്കുന്ന ആ ഖിയാസല്ല, മറിച്ച് ഫുഖഹാഇന്റെ ഇല്ലത്തിൽ ഉൾപ്പെട്ടതിനെ നമ്മൾ ചേർത്താണ്. അങ്ങനെ എത്രയോ കാര്യങ്ങൾ ഇപ്പൊ പുതിയതുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നല്ലോ, ഫുഖഹാ പറഞ്ഞ പൊതുവായ തത്വത്തിലോ അല്ലെങ്കിൽ നദീറായ മസലിനോടോ ഒക്കെ ചേർത്ത് സംസാരിക്കുന്നുണ്ടല്ലോ. ഇമാം തെർമസി തന്നെ അദ്ദേഹത്തിന്റെ മൗഹിബയിൽ ഈ വിഷയം ചർച്ച ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ ഉസ്താദിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈ കറൻസികൾ ഒന്നുകിൽ അത് സ്വർണ്ണവെള്ളിയോട് അങ്ങോട്ട് ചേർക്കപ്പെടാം, അതല്ലെങ്കിൽ ഫുലൂസിനോട് ഇങ്ങോട്ട് ചേർക്കപ്പെടാം. ഇനി അത് ഏതിനോടാണ് ചേർക്കപ്പെടേണ്ടത്, ഏതാണ് കൂടുതൽ ഉചിതമായത്? അപ്പൊ അത് ഇമാം ഷാഫിഈ തങ്ങളുടെ ഖിയാസാണ്, അല്ലെങ്കിൽ മുജ്തഹിദീങ്ങളായ ഇമാമുമാർ നടത്തിയ ഖിയാസിന്റെ പടിയാണ് എന്നൊന്നും ആരും മനസ്സിലാക്കണ്ട. പിന്നെ അടുത്ത ചോദ്യം, 5-ാം തീയതി സക്കാത്തിന് സമയം തികഞ്ഞ് 1 ലക്ഷം കയ്യിലുണ്ട്. 7-ാം തീയതി നോട്ടുകളുടെ മൂല്യം നഷ്ടപ്പെട്ടാൽ സക്കാത്ത് കൊടുക്കണോ? അത് കൊടുക്കണം. ഒരു കൊല്ലം അവന്റെ അടുക്കൽ മൂല്യമുള്ള സക്കാത്തിന്റെ നോട്ടുണ്ടായല്ലോ, അപ്പൊ അതിന്റെ 2% കൊടുക്കണം. പിന്നെ ഈ സക്കാത്തിന്റെ ബാബിലുള്ള നഖ്ദിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സൃഷ്ടിപ്പുപരമായ നഖ്ദിയത്ത് തന്നെ ആയിക്കൊള്ളുന്നില്ല. സ്വർണത്തിനും വെള്ളിയുടെയും മൂല്യം എന്ന് പറയുന്നത് അതിന്റെ സൃഷ്ടിപ്പിൽ തന്നെ ഉള്ളതാണെങ്കിലും സൃഷ്ടിപ്പ് കൊണ്ട് തന്നെ ഉണ്ടാവണം. അതിന്റെ ആ ഖുസൂസിയത്തിന് പ്രത്യേകതയൊന്നുമില്ല. സൃഷ്ടിപ്പ് കൊണ്ടാണ്, അവയുടെ ജന്മസിദ്ധമായ സ്വഭാവമാണ് നഖ്ദിയത്ത്. അപ്പൊ ആ നഖ്ദിയത്തിന് പ്രാബല്യത്തിലില്ലെങ്കിലും, അഥവാ ജനങ്ങൾ സ്വർണ്ണവെള്ളിയെ പണമായിട്ട് വിനിയോഗിക്കുന്നില്ലെങ്കിലും നഖ്ദിയത്ത് എന്നുള്ളതിൽ അതിന്റെ ജന്മസിദ്ധമായ ഗുണമായതിനാൽ അതിൽ ഒളിഞ്ഞു കിടക്കുകയാണ്, മുസ്തഖിന്നായി കിടക്കുകയാണ്. പക്ഷെ അത് ജന്മസിദ്ധമാവണം എന്നുള്ള ആ ഒരു ഖുസൂസിയത്ത്, ഖുസൂസിഹി അത് ഖിൽഖിയത്തിന്റെ ഖുസൂസിയത്തില്ല. ഖിൽഖിയത്ത് കൊണ്ടാണ് നഖ്ദിയത്ത് സ്വർണ്ണവെള്ളിക്കുണ്ടായതെങ്കിലും ഖിൽഖിയത്ത് കൊണ്ട് തന്നെ ആവണം എന്നില്ല എന്നാണ് ഫുഖഹാഇന്റെ ഇല്ലത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൈക്ക് റിലീസ് ചെയ്യാം.
ഇത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൊയ്തീൻ നദീർ ഉസ്താദിന്റെ സൗണ്ട് എന്താ പറ്റപ്പോയല്ലോ? എം ടി ദാരിമി ഉസ്താദ് ഇപ്പൊ കേൾക്കണ്ട? എം ടി ഉസ്താദ് കേൾക്കണ്ട? ഹലോ ഉസ്താദ് കേൾക്കണ്ട? ഓക്കെ. ഒരു റേഡിയോ ശ്രോതാവിന്റെ ചോദ്യമാണ്. ഇപ്പൊ സൗദി അറേബ്യയില് ഈ 1500 നോട്ടുണ്ടല്ലോ ഇപ്പൊ നരേന്ദ്രമോദി നിരോധിക്കാൻ പോണേ. അത് ഇവിടെ വില കുറച്ച്, അതായത് ഇപ്പൊ ഇവിടെ സർഫിൽ ഹോട്ടലുകളിലൊക്കെ എടുക്കുന്നുണ്ട്. ഇത്രക്കാലം 56-57 രൂപ റിയാലായിരുന്നു മൂല്യം 1000 നോട്ടിന്. പക്ഷെ 35, 36, 37 ആണെങ്കിൽ ഞങ്ങൾ എടുത്തോളം അങ്ങോട്ട് വാങ്ങുന്നുണ്ട്. അപ്പൊ ആ പൈസ ഹലാലാവുമോ? അത് ഈ ഒരു കലക്കള്ളത്തിൽ മീൻ പിടിച്ചാണ്. അപ്പൊ അങ്ങനെ അതിനെ പറ്റുള്ള ഒരു അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ പകുതിയോളം പൈസക്കാണ് എടുക്കുന്നത്. ആ ചോദ്യത്തിന് ഇപ്പൊ തൽക്കാലം മറുപടി പറയുന്നില്ല. കാരണം അത് ഹലാലാകുമല്ലേ എന്നുള്ളതുമായി ബന്ധപ്പെട്ട വേറെ ചർച്ചയാണ്. നമ്മളിപ്പോ കറൻസിയിൽ സക്കാത്തുണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ചയിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടുള്ള സംസാരം മാത്രമാണ്. മറ്റുള്ള വിഷയത്തിലേക്ക് ഇപ്പൊ തൽക്കാലം പ്രവേശിക്കുന്നില്ല. അത് പ്രവേശിക്കുകയാണെങ്കിൽ പിന്നെ ചർച്ച മറ്റൊരു വഴിയിലേക്ക് പോകും. അതുകൊണ്ട് ഇവിടെ സ്വർണം വെള്ളി എന്നുള്ളതിനെ പറ്റി നഖദാനി പല ഇബാറത്തുകളുണ്ട്. കിതാബു സക്കാത്തി ദഹബി വൽ ഫിദ്ദ എന്ന ഇബാറത്താണ് പൊതുവിൽ അസഹാബും അതുപോലെ തന്നെ ഇമാം നവവി തങ്ങൾ റൗദയിലും ശറൽ മുഹദ്ദബിൽ ഷിറാസി ഇമാമൊക്കെ മുഹദ്ദബിലൊക്കെ ഇബാറത്തിട്ടുള്ളത് കിതാബു ദഹബി വൽ ഫിദ്ദ ആണ്. അതേസമയത്ത് കിതാബിൻ നഖദൈനി എന്ന ഇബാറത്തിട്ട സ്ഥലങ്ങളുണ്ട്. 2 നാണയങ്ങളുടെ സക്കാത്ത്. കിതാബു സക്കാത്തിൻ നഖദി നാണയത്തിന്റെ സക്കാത്ത് എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്. കിതാബിൻ നാബ്ദി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അങ്ങനെ പല പല കിതാബുകളിലും പല സൈസ് ഇബാറത്തുകളാണ് ഇട്ടിട്ടുള്ളത്. ഏതായാലും ഈ നഖദിയത്ത് എന്നുള്ളത് സ്വർണ്ണവെള്ളിക്ക് ആ സ്വർണ്ണവെള്ളിയിലുള്ള സക്കാത്തിന്റെ ഇല്ലത്തായ നഖദിയത്ത് അത് ആധുനിക കറൻസികൾക്ക് ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പോ ആ കറൻസിയെ സക്കാത്തുണ്ട് എന്ന് പറയുന്നത് അതിന് നമ്മൾ ഖിയാസിനോ ഇൽഹാഖിന് എന്താണ് പേര് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അത് നമ്മൾ ഒന്നുകൂടി വിശകലനം ചെയ്യണം. എന്താണ് അതിന് പേര് കൊടുക്കേണ്ടത്? അതിനോട് ചേർക്കുകയാണോ അതോ അതിന് ഖിയാസിന് പറയാൻ പറ്റുമോ? ഏതായാലും അത് മുജ്തഹിദീങ്ങളായ ഇജ്തിഹാദിന്റെ ഇമാമുമാര് പറയുന്ന ആ ഖിയാസ് അല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നമ്മളൊരു പുതിയ ഇല്ലത്ത് കണ്ടുപിടിച്ചിട്ട് ഒരു നെസ്സ് വാരിതായ നെസ്സ് കാണുന്നു, ആ നെസ്സിൽ നിന്നൊരു ഇല്ലത്തിനെ ഇസ്തിംബാത്ത് ചെയ്യുന്നു, എന്നിട്ട് ആ ഇസ്തിംബാത്ത് ചെയ്ത ഇല്ലത്ത് അത് മുതഅദ്ദിയത്തായ ഇല്ലത്താണെന്ന് തീരുമാനിക്കുന്നു. ആ മുതഅദ്ദിയത്തായ ഇല്ലത്ത് മറ്റു വസ്തുക്കളിലേക്ക് വിട്ടുകിടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ഇതിനോട് ഹുക്മിൽ ചേർത്തുന്നു എന്ന് പറയുന്ന ഔദ്യോഗികമായ ആ ഒരു ഖിയാസ് ആണ് എന്ന് ഇതിനെപ്പറ്റി നമ്മൾ ആരും പറയുന്നില്ല. മറിച്ച് ഇത് ഫുഖഹാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ ആ ഇല്ലത്ത് അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ പുതിയൊരു സംഭവവികാസം ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യണം? പുതിയൊരു സംഭവവികാസം ഉണ്ടാകുമ്പോൾ അത് ഏതിനോടാണ് കൂടുതൽ സാദൃശ്യത, ഏതിനോടാണ് ഇതിനെ ഇൽഹാഖ് ചെയ്യേണ്ടത് എന്നുള്ള ഫുഖഹാഇന്റെ അഥവാ ഫത്വക്ക് ഉപയോഗിക്കുന്ന തുഹ്ഫ മുഗ്നി നിഹായ ഫത്ഹുൽ മുഈൻ പോലുള്ള കിതാബുകൾ, ആ കിതാബുകളിൽ ഇതിന്റെ ഇല്ലത്തായി പറഞ്ഞ ആ ഇല്ലത്ത് ഇന്നത്തെ കറൻസികളിൽ ഉണ്ടെങ്കിൽ അപ്പൊ ഈ കറൻസികളെ അതിനോട് ഇൽഹാഖ് ചെയ്യും. അപ്പൊ നഖദ് അല്ലാത്ത ഒന്നിനെ നഖദിനോട് ചേർക്കല്ല ചെയ്യുന്നത്. ആ നിലക്ക് അതിനെപ്പറ്റി അങ്ങനത്തെ ഒരു ഖിയാസ് പാടില്ല എന്നാണ്. അതേസമയത്ത് ഇത് നഖദിയത്തിൽ ഉൾപ്പെട്ടതായതുകൊണ്ട് സ്വർണ്ണവല്ലിയോട് അതിനെ ചേർത്തുന്നു. അത് ചേർത്താന്ന് പറഞ്ഞ് എന്തുകൊണ്ട് ചേർത്തി? അതിന്റെ മഖാമിൽ ഖായിമായി എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ നഖദിയത്തിന്റെ സ്വഭാവങ്ങളും കറൻസിയിലും ഉണ്ട്. അപ്പൊ ആ കറൻസിക്ക് സക്കാത്ത് ഉണ്ട് എന്ന് പറയുന്നതിന് ഖിയാസിന് പേരുന്ന ആൾക്കാർ അങ്ങനെ പേരിട്ടോട്ടെ, ഇൽഹാഖിന് പേരുന്ന ആൾക്കാർ അങ്ങനെ പേരിട്ടോട്ടെ, ഈ തൻസീലിഹി മന്ദിരത്തിൽ നഖദൈനി എന്ന് പറയുന്നവർ അങ്ങനെ പറഞ്ഞോട്ടെ, ഈ ഖിയാമിഹി മഖാമൽ നഖദൈനി എന്ന് പറയുന്ന ആൾക്കാർ അങ്ങനെ പറഞ്ഞോട്ടെ. അങ്ങനെയുള്ള ചില ഇബാറത്തുകളൊക്കെ പൂർവികരായ ചില പണ്ഡിതന്മാരുടെ പ്രയോഗങ്ങളിലും വന്നിട്ടുണ്ട്.
ഉദാഹരണം പറയുകയാണെങ്കിൽ മൗഹിദ ഫർമസിയുടെ കാലത്തുള്ള നോട്ടിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ അവർ പറയുന്നുണ്ട് സ്വർണ്ണ വെള്ളിയുടെ സ്ഥാനത്താണ് ഈ കറൻസി നോട്ടുകൾ എന്ന് അവർ പറയുന്നുണ്ട്. അവരുടെ പ്രയോഗത്തിൽ അങ്ങനത്തെ വാക്കുകൾ അവരുപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ പ്രയോഗങ്ങൾ അത് ഏതാണ് പ്രയോഗിക്കേണ്ടത് എന്നുള്ളത്, ഏറ്റവും ഫിറ്റായ പ്രയോഗം ഏതാണ് എന്നുള്ളത് ആലിമീങ്ങൾ പണ്ഡിതന്മാര് അത് ചർച്ച ചെയ്തുകൊണ്ട് പ്രയോഗിക്കേണ്ട ഒരു സംഗതിയാണ്. ഇവിടെ നമ്മുടെ പ്രഭാഷണത്തിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് സകാത്ത് ഉണ്ടോ ഇല്ലയോ. അത് ഉണ്ട്. നഖദിയത്ത് എന്നുള്ളത് അതിൽ ഉണ്ട്. നഖദിയത്ത് ഇല്ലത്താണ്. ആ ഇല്ലത്ത് ഇതിലും ഉണ്ട്. അതുകൊണ്ട് സക്കാത്തുണ്ട്. അതിനെ സംബന്ധിച്ച് ഇനി എന്താ പറയേണ്ടത്? അതിൽ നിന്ന് അഹദ് ചെയ്തുകൊണ്ട് പറഞ്ഞ മസല എന്നോ, അതല്ലെങ്കിൽ അതിനോട് ഇൽഹാക്ക് ചെയ്തതെന്നോ, അല്ലെങ്കിൽ അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതെന്നോ എന്താ പറയേണ്ടത് എന്നുള്ളത് അത് ഇബാറത്ത് ഇടുന്ന സ്ഥലങ്ങളിൽ ആ ഇബാറത്ത് ഇടുന്ന ആളുകൾ അവര് കൂടിയാലോചിച്ച് പറയേണ്ട സംഗതികളാണ്. ഒറ്റയ്ക്ക് പറയാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ കൂടിയാലോചിച്ച് കുറെ ചർച്ചകൾ നടത്തിക്കൊണ്ട് പറയേണ്ടുന്ന ഒരു സംഗതിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ചോദ്യങ്ങൾ വ്യക്തമായിട്ട് കേൾക്കാത്ത ഒരു പ്രതിസന്ധി ഈ സിസ്റ്റത്തിൽ സംഭവിച്ചതുകൊണ്ട് നമുക്ക് ഇന്നത്തെ സംസാരങ്ങൾക്ക് നിർത്താം. ഇൻഷാ അല്ലാഹ് ഇത് വേണമെങ്കിൽ കൂടുതൽ വിശദമായിട്ട് നമുക്ക് ഈ വിഷയം തന്നെ മറ്റൊരു ദിവസം നമുക്ക് ക്ലാസ് എടുക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറയാൻ നോക്കുന്നു.